തീർന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹീതമായ ഈ നല്ല സന്ധ്യാവേളയിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വലിയേറിയ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനങ്ങളെ അറിയിക്കുന്നു. അങ്കമാലി ആഴകം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഇമ്മാനുവൽ മിഷൻ ചാനൽ കൂടെ പ്രയർ ആൻഡ് വർഷിപ്പായ ദൈവസന്നിധിയിൽ ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ലഭ്യമായ നല്ല അവസരത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിനങ്ങളിൽ ഈ പ്രോഗ്രാം ശ്രദ്ധിക്കുകയും അനേക പ്രിയപ്പെട്ടവർ അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരെല്ലാം വിളിച്ച് തത്സമയങ്ങളിൽ അക്കാര്യം അറിയിച്ചതുകൊണ്ട് വീണ്ടും ദൈവസന്നിധിയിലായിരിക്കുന്നു. എല്ലാ ബുധനാഴ്ചയും ശനിയാഴ്ച നടക്കുന്ന ഈ ലൈവ് സ്ട്രീം പ്രോഗ്രാം ഏവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും അതിനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിവിധ ടൈം സോണുകളായിരുന്ന് ഈ പ്രോഗ്രാം ശ്രദ്ധിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കൊരുമിച്ച് കണ്ണുകളെ മൂടി ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല സന്ധ്യാവേളയിൽ തിരുനാമത്തെ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് നൽകി തന്ന ഈ വലിയേറിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ ഇമ്മാനുവൽ മിഷൻ ചാനൽ കൂടെ പ്രയർ ആൻഡ് വർഷിപ്പായി കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും വിവിധ വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിപ്പാനും ദൈവവചനം ശുശ്രൂഷിപ്പാനും തക്കവണ്ണം ഞങ്ങൾക്ക് നൽകി തന്ന വലിയേറിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്തൃകരങ്ങളിലേക്ക് അടികളെല്ലാവരും സമർപ്പിക്കുന്നു. ഇരുവരോ മൂവരോ എന്ന നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവിടെ നടുവിൽ നിന്നുള്ള കർത്താവ് വാഗ്ദത്ത പ്രകാരം ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനാൽ, അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യമുള്ളതിനാൽ, അവിടുത്തെ സിംഹാസനം ഞങ്ങളുടെ മധ്യമുള്ളതിനാൽ നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അഗ്നിജ്വലിക്കുന്ന കണ്ണുകളുമായി വെള്ളമുണ്ട് സദൃശ്യമായി കാലുകളാൽ മാറത്ത് പൊൻകച്ച കെട്ടി കർത്താവ് 7 നക്ഷത്രങ്ങൾ വലങ്കയിൽ പിടിച്ച് ഞങ്ങളുടെ നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുന്ന അവിടുത്തെ സ്നേഹത്തിനായി, അവിടുത്തെ കൃപയ്ക്കായി, അവിടുത്തെ സാന്നിധ്യത്തിനായി നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇവിടെ നടക്കുന്ന പ്രോഗ്രാം ഏറ്റവും അനുഗ്രഹമായി തീരണമേ. പാടുവാൻ ഞങ്ങളുടെ കോയറിനെ കർത്താവ് ബലപ്പെടുത്തണമേ. ആത്മാവിൻ്റെ നിറവോടെ അഭിഷേകത്തിൻ്റെ ശക്തിയോടെ ഗാനങ്ങൾ ആലപിക്കുമ്പോൾ അനേകർക്ക് അത് അനുഗ്രഹമായി ആശ്വാസമായി തീരുവാൻ കർത്താവ് കൃപ ചെയ്യേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി, വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനുള്ള ഞങ്ങളുടെ പ്രയർ ടീമിന് വേണ്ടി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അവരെല്ലാം കർത്താവ് സഹായിക്കണം. ഏറെ കൃപ അവിടെ മേലെല്ലാം പകർന്ന് കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയങ്ങളുടെ മേലും ഓരോ വ്യക്തികളുടെ മേലും കർത്താവിൻ്റെ കൃപ നൽകി, കർത്താവ് വിടുതൽ നൽകി സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ദൈവവചനം ശുശ്രൂഷിക്കുന്ന അഭിഷിക്തരെയും ദൈവകരങ്ങൾ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ ധാരാളമായി പകർന്നാട്ടെ. വിവിധ ടൈം സോണുകളായിരുന്നു ഈ പ്രോഗ്രാം ശ്രദ്ധിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. ഈ സ്റ്റുഡിയോ കോംപ്ലക്സിൽ വിവിധ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്ന, ശുശ്രൂഷകൾ ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാവരെയും അവിടുത്തെ സന്നിധിയിൽ ഏൽപ്പിക്കുന്നു. ലൈറ്റ്, സൗണ്ട്, ക്യാമറ എല്ലാം നന്നായി പ്രവർത്തിക്കുവാൻ കർത്താവ് ഇടയാക്കണം. ടെക്നീഷ്യന്മാരെ കർത്താവ് അനുഗ്രഹിക്കണമേ. അവിടുത്തെ കൃപയിൽ എല്ലാവരും മറയ്ക്കണം. അങ്ങനെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണം. തിരുനാമത്തെ മഹത്വപ്പെടുത്തണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുയേശുവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തിൽ അടികൾ അപേക്ഷിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. അനുഗ്രഹിക്കപ്പെട്ടതായ ഇമ്മാനുവേൽ മിഷൻ TV ചാനലിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രകാരം ഒരുമിച്ച് കാണുവാൻ, കൂടുവാൻ വലിയവനായ ദൈവം ഇടയാക്കുന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അനേകർക്ക് ലഭിക്കാത്ത ഭാഗ്യത്തെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയതിനായി ആ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം, ആ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ കരങ്ങളിലൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയും? കർത്താവിനോട് എത്ര പേർക്ക് പറയുവാൻ കഴിയും, കർത്താവെ, എന്നെ മുറ്റും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു, അവിടുത്തെ വചനത്താൽ എന്നെ കഴുകണമേ, നിൻ്റെ ഹിതം പോലെ എന്നെ നടത്തണമേ എന്ന് എത്ര പേർക്ക് രാത്രിയിൽ ആമേൻ പറയുവാൻ കഴിയും, ഏറ്റു പറയുവാൻ കഴിയും? അങ്ങനെയെങ്കിൽ നമ്മളെ ആശ്വസിപ്പിക്കുന്ന, വഴി നടത്തുന്ന, ഒരു വഴികാട്ടിയായി നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രിയിൽ ജീവിക്കുന്നു. നമുക്കെല്ലാവർക്കും ആയിരിക്കുന്ന സ്ഥാനത്ത്
ഏത് സാഹചര്യങ്ങളിലായിരുന്നാലും അവിടെ ഇരുന്നു കൊണ്ട് ഇന്ന് രാത്രിയിൽ കർത്താവിനെ ആരാധിക്കുവാൻ നമ്മൾ തയ്യാറാണെങ്കിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു കർത്താവ് ആമേനുണ്ട്. ആ കർത്താവിൻ്റെ കരങ്ങൾ നമ്മളെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്കെല്ലാവർക്കും ചേർന്ന് പാടി നമുക്ക് കർത്താവിനെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. വഴികളിൽ ഞാൻ നടക്കുവാനാ
ക്രിസ്തു എന്ന പാതയിൽ നിർത്തിയിടേണമേ. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന. അങ്ങേപ്പോലൻ ദൈവമേ അരുളിലോകേ, അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരുന്ന പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണെന്നും എൻ്റെ സർവസ്വം. അങ്ങേപ്പോലെ ദൈവമേ അരുളിലോകേ, അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരുന്ന പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണെന്നും എൻ്റെ സർവസ്വം. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും കർത്താവിനെ സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നൽകിയ ദൈവകൃപയ്ക്കായ കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാം. നമ്മളാരും നിന്നതല്ല, കർത്താവ് നമ്മളെ നിർത്തിയതാണ്. ഹല്ലേലൂയ. നമ്മളാരും ഹല്ലേലൂയ സ്തോത്രം വന്നതല്ല, കർത്താവ് നമ്മളെ കൊണ്ടുവന്നതാണെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് ഇന്ന് രാത്രിയിൽ? ഹല്ലേലൂയ. ചേർന്ന് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇത്രത്തോളം ജയം തന്ന കർത്താവിനെ ഹല്ലേലൂയ നന്ദിയോടെ എത്ര പേർക്ക് സ്തുതിക്കുവാൻ കഴിയും? സന്തോഷത്തോടെ കർത്താവിനെ എത്ര പേർക്ക് ആരാധിക്കുവാൻ കഴിയും? ആ കരങ്ങളെല്ലാവരും ചേർത്തടിച്ചുകൊണ്ട് ശക്തിയോടെ ആ കർത്താവിനെ ഒന്ന് ആരാധിച്ചാട്ടെ, ആ കർത്താവിനൊന്ന് മഹത്വം കൊടുത്താട്ടെ, കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ദൈവം നമ്മെ നിർത്തിയതാ,
മാറിയപ്പോ സാധ്യതകളോ അസ്തമിച്ചു പോയപ്പോ സോദരങ്ങളോ അകന്നു മാറിയപ്പോ സ്നേഹം തന്നു വീണ്ടെടുത്ത യേശുനാഥൻ സകലത്തിലും ജയം തന്നുവല്ലോ. സ്നേഹം തന്നു വീണ്ടെടുത്ത യേശുനാഥൻ സകലത്തിലും ജയം തന്നുവല്ലോ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തേടെ തിരുഹിതം പോ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തേടെ തിരുഹിതം പോ. ഉയർത്തില്ലെന്ന് ശത്രുഗണം വാദിക്കുമ്പോ തകർക്കുമെന്ന് ഭീതിയും മുഴക്കിടുമ്പോ ഉയർത്തില്ലെന്ന് ശത്രുഗണം വാദിക്കുമ്പോ തകർക്കുമെന്ന് ഭീതിയും മുഴക്കിടുമ്പോ പ്രവൃത്തിയിൽ വലിയവരേശുനാഥൻ കൃപ നൽകും ജയഘോഷമുയർത്തിടുക. പ്രവൃത്തിയിൽ വലിയവരേശുനാഥൻ കൃപ നൽകും ജയഘോഷമുയർത്തിടുക. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതി രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തേടെ തിരുഹിതം പോ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തേടെ തിരുഹിതം പോ. ഇന്നതല്ല ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമല്ല തന്നതല്ലേ. ഇന്നതല്ല ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമല്ല തന്നതല്ലേ. നടത്തിയ വീരങ്ങളെ ഓർത്തിടുമ്പോ നന്ദിയോടെ നാഥൻ സ്തുതി പാടിടാം. നടത്തിയ വീരങ്ങളെ ഓർത്തിടുമ്പോ നന്ദിയോടെ നാഥൻ സ്തുതി പാടിടാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തേടെ തിരുഹിതം പോ. 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 തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാര
ഞാൻ കാണുന്നു. ഇസ്രായേലിൻ ദൈവമേ, ആ തീയൻ ബലിയിറക്കണമേ. സീനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു. ഇസ്രായേലിൻ ദൈവമേ, ആ തീയൻ ബലിയിറക്കണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ഓ തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും, കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും, കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. ഓ തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ഓ തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ആമേ തീ പോലെ ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നിമിഷം കൂടെ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മളെ സമർപ്പിക്കാം. ഒരു നിമിഷം കൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ വിട്ടുകൊടുക്കാം. ഹല്ലേലൂയ. ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഹല്ലേലൂയ. പ്രശ്നങ്ങളാൽ, പ്രതികൂലങ്ങളാൽ, പ്രതിസന്ധികളാൽ നിറഞ്ഞതായ ആമേൻ ഈ വേളകളിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ എല്ലാം കർത്താവ് നമ്മുടെ മേൽ ബലം പകർന്നതിനായി, ആയസ് നൽകിയതിനായി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. അനേകർ ഈ ഭാഗ്യം ലഭിക്കാതെ ഈ ലോകത്തിൻ്റെ മോഹങ്ങളിൽ അകപ്പെട്ട് ആമേനായിരിക്കുമ്പോൾ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ ദൈവം നമ്മളെ വിളിച്ചതിനായി, ആമേൻ, ഹല്ലേലൂയ, കർത്താവ് നമ്മളെ ചേർത്ത് പിടിച്ചതിനായി ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഹല്ലേലൂയ. നീ തളരുക
ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, കർത്താവെ, അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ എല്ലാവരെയും സമർപ്പിക്കുന്നു. കർത്താവെ, പാടുവാൻ, സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ, ആരാധിക്കുവാൻ എല്ലാം കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, തുടർന്ന് അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടി നാം കർത്താവിനെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഇന്ന് ഈ രാത്രിവേളയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ആയിരിക്കുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിപ്പാൻ ശക്തനായ ദൈവമാണ്. ആ കർത്താവിൻ്റെ കരുത്തിൽ നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ചാനലിൽ നമുക്ക് ലഭിച്ചതായ അനേക പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്. നേരിട്ട് അറിയിച്ചതായിരിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളെല്ലാം കർത്താവിൻ്റെ സ്ഥാനത്ത് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട്. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല എന്ന ദൈവത്തിൻ്റെ വചനം നമ്മെ പ്രബോധിപ്പിക്കുന്നു, നമ്മെ ഓർപ്പിക്കുന്നു. കർത്താവിൻ്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. പ്രൈസ് ദി ലോർഡ്. ഓരോ വിഷയങ്ങളെ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കേരളം വളരെ ശോചനീയമായ നിലയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സമൂഹത്തിൽ ആത്മഹത്യകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. പല ആളുകളും എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും, മാരകമായ രോഗങ്ങൾക്ക് എങ്ങനെയാണ് അതിൽ നിന്ന് രക്ഷപ്പെടുന്നത്, സാമ്പത്തിക ക്ലേശങ്ങൾപ്പെട്ട് ഉഴലുന്നവർ, ജീവിതത്തിൽ നിരാശയിൽ ഭാരപ്പെടുന്നിരിക്കുന്നവർ, അതുപോലെ തന്നെ വ്യത്യസ്ത നിലപാടുകളിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കാതെ പരാജയപ്പെട്ടു പോകുന്ന അനേക ആളുകൾ ആത്മഹത്യ തിരഞ്ഞെടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആത്മഹത്യ ഒരു പ്രശ്നത്തിൻ്റെയും പരിഹാരമല്ല. പകരം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് എന്നേക്കുമായിട്ട് അകന്ന് നിത്യനരകത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമായി തീരുവാനിടയായിത്തീരും. നമ്മുടെ ദേശത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എനിക്ക് ജീവിക്കേണ്ട, മരിച്ചാൽ മതി എന്ന് ആഗ്രഹിച്ച് നിരാശയോടുകൂടിയിരിക്കുന്ന ആരെങ്കിലും ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ദേശത്തുണ്ടെങ്കിൽ, പരിശുദ്ധനായ ദൈവം ഇന്ന് രാത്രി അവരോട് സംസാരിക്കട്ടെ, അവർക്ക് വിടുതലും ആശ്വാസം നൽകട്ടെ. നമുക്ക് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. ഏത് വിഷയത്തിലാണോ ഭാരപ്പെട്ട് ജീവിത നിരാശയോടുകൂടി കഴിയുന്നത്, ജീവിക്കേണ്ട എന്നുള്ള തീരുമാനമെടുക്കുന്നത്, ആ പ്രശ്നത്തിൽ പരിശുദ്ധനായ ദൈവം ഇടപെടുവാൻ, അവരെ രക്ഷിക്കുവാൻ, അവരെ സഹായിക്കുവാൻ, ദൈവാത്മാവിൻ്റെ ശക്തി അവിടെ മേൽ പകർന്ന് പുതുജീവൻ കൊടുക്കുവാനായിട്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ നമ്മുടെ നാട് മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമപ്പെട്ട് തകർന്നുകൊണ്ടിരിക്കുകയാണ്. അനേക ആത്മീയ പ്രബോധനങ്ങളും ഡി അഡിക്ഷൻ സെൻറ്റേഴ്സും ഒക്കെ അനേക സംഘടനകൾ ഒക്കെ വ്യത്യസ്ത നിലപാടുകളിൽ മദ്യത്തിനും മയക്കുമരുന്നിനും എതിരായിട്ടൊക്കെ പൊരുതുന്നുണ്ട്. പക്ഷേ പലപ്പോഴും പലരുടെയും ജീവിതത്തിൽ ഫലപ്രാപ്തിയിലേക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നില്ല. എന്നാൽ പ്രിയപ്പെട്ട ഇത്തരണത്തിൽ സർവശക്തനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ഏത് മനുഷ്യനെയും മാറ്റുവാൻ ശക്തിയുണ്ട്. കർത്താവ് രക്ഷിക്കുന്ന ദൈവമാണ്. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവിടെ മുഖം ലജിച്ചു പോയില്ല എന്ന് ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞ ദൈവത്തിൻ്റെ വചനം ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു. ദൈവ തിരുമുഖത്തേക്ക് നോക്കി തങ്ങളുടെ ആവശ്യങ്ങൾ അറിയിക്കുമ്പോൾ നിശ്ചയമായിട്ടും ദൈവം പ്രവർത്തിപ്പാൻ ശക്തനാണ്. അതുപോലെ മയക്കിനും മരുന്നിനും മദ്യത്തിനും അടിമകളായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നിരാശയിൽ കിടക്കുന്നവരെ ആശയിലേക്കും പ്രത്യാശയിലേക്കും കൊണ്ടുവരുവാനായിട്ട് പ്രാർത്ഥിക്കാം. അനേക കുഞ്ഞുങ്ങൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ജീവിതം തകർന്നവരായി, പഠനം ഉപേക്ഷിച്ചവരായി, സമൂഹത്തിൽ വെറുക്കപ്പെട്ടവരായി, കുടുംബത്തിൽ ആർക്കും വേണ്ടാത്തവരായി, സാമ്പത്തികമായിട്ട് തകർന്നവരായി കഴിയുന്നുണ്ട്. അവരുടെ എല്ലാം രക്ഷയ്ക്കും വിടുതലിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ കർത്താവിൻ്റെ ദാസൻ ഈ പറയപ്പെട്ട വിഷയങ്ങളെ വഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായ ഈ വൈകുന്നേര സമയത്തിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. ഈ ലൈവിൽ കൂടെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന വിഷയവുമായി കർത്താവെ കടന്നു വരികയാണ്. കർത്താവെ, പ്രാർത്ഥന ശ്രദ്ധിക്കുന്നതായ എല്ലാവരും ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അഭിഷക്തൻ പറയപ്പെട്ടതായ പ്രാർത്ഥനാ വിഷയത്തെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ദൈവത്തിൻ്റെ സ്വന്തം സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പാപം ചെയ്ത് ദേശം നഷ്ടപ്പെടുത്തി ദൈവമേ പാപത്തിന് അധീനരായി നൂറ്റാണ്ടുകൾക്ക് മുൻപേ കർത്താവ് തകർന്നുകൊണ്ടിരിക്കുന്നതായ ഈ കാലഘട്ടത്തിൽ ഞങ്ങളുടെ കർത്താവെ ഈ വൈകുന്നേര സമയത്ത് കർത്താവെ സ്തോത്രം കർത്താവ് ഈ പറയപ്പെട്ട വിഷയത്തെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മറ്റ് കർത്താവെ സ്തോത്രം, ആത്മഹത്യ, അതുപോലെ തന്നെ കർത്താവ് ദൈവത്തിൻ്റെ ജീവൻ പകരുന്നതായ കർത്താവ് മനുഷ്യനെ കർത്താവെ സ്തോത്രം ആത്മഹത്യ മാത്രമാണ് ഇതിനൊരു പരിഹാരമുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് കർത്താവ് പൈശാചികൻ കർത്താവ് തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടങ്ങളിലാണല്ലോ കർത്താവെ സ്തോത്രം. ദൈവമേ, സാമ്പത്തിക
സാമ്പത്തിക വിഷയങ്ങളിലായിരുന്നാലും നിരാശയിലും ദുഃഖത്തിലും ദുരിതത്തിലും കഷ്ടത്തിലും ആയിരിക്കുമ്പോൾ പിന്നെ ഒരു പോംവഴി ഇത് മാത്രമാണ് ചിന്തിക്കുന്ന ആരെങ്കിലും ഈ പ്രാർത്ഥന ശബ്ദം കേൾക്കുന്നുവെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവെ അപ്രകാരമുള്ള പ്രവണതകൾ യേശുവിൻ്റെ നാമത്തിൽ അത് അഴിഞ്ഞു മാറട്ടെ. കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാകട്ടെ, കുടുംബങ്ങളിൽ സ്വസ്ഥത ഉണ്ടാകട്ടെ. ആമേൻ. ആ പ്രവണത യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. കർത്താവെ ദൈവത്തിൻ്റെ ദൈവം നൽകിയിരിക്കുന്ന ആത്മാവിനെ നശിപ്പിച്ച് കളയുവാനല്ല, ഒരു മനുഷ്യൻ്റെ ആത്മാവ് സർവ്വ ലോകത്തെക്കാളും വിലയുള്ള ആത്മാവിനെ കർത്താവെ സ്തോത്രം, അത് കർത്താവെ ദൈവത്തിലേക്ക് സമർപ്പിപ്പാൻ കർത്താവിലേക്ക് ജീവിപ്പാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെയും മറ്റൊരു വിഷയം കർത്താവെ സ്തോത്രം, കർത്താവെ പ്രത്യേകിച്ച് ഞങ്ങൾ അനേക യുവതലമുറകൾ കർത്താവെ പ്രായവ്യത്യാസമെന്നെ മദ്യത്തിലും മയക്കുമരുന്നിലും കർത്താവെ അടിമപ്പെട്ടുകൊണ്ട് തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്ന കുടുംബങ്ങളുണ്ട്. കർത്താവ് ഈ പ്രാർത്ഥനയിൽ കർത്താവ് ശ്രദ്ധിക്കുന്ന അനേക കുടുംബങ്ങൾ, രക്തബന്ധങ്ങൾ, കുടുംബങ്ങൾ, അയൽപക്കങ്ങളിൽ കർത്താവ് സമൂഹത്തിൽ അനേക തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു രസത്തിന് വേണ്ടി കർത്താവെ സ്തോത്രം കഴിക്കുന്നതായ ഈ മദ്യം കർത്താവ് ദുരന്തത്തിലേക്ക് നീങ്ങി കുടുംബത്തെ തകർത്ത് തരിപ്പണമായിക്കൊണ്ടിരിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ഈ വൈകുന്നേര സമയം ആ വിഷയങ്ങൾക്കൊരു മറുപടി നൽകണമേ, അതിനൊരു പരിഹാരം വരുത്തണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സമാധാനം കുടുംബങ്ങളിൽ പകരണം, ദേശത്ത് പകരണം. സമാധാനവും സന്തോഷവും പ്രത്യാശയുമുള്ളൊരു ദേശമായി തീരുവാൻ, കുടുംബങ്ങളായി തീരുവാൻ സ്വർഗ്ഗത്തിൽ ദൈവം സഹായിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയാചരികനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിന് കൃപയുടെ പരിശുദ്ധമായ നല്ല പിതാവേ, ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന വിഷയനായി കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, രോഗികളായി തീരുക എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ജീവിതത്തിൽ നിരാശ കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ രോഗിയായി തീർന്ന അനേക പ്രിയപ്പെട്ടവർ നിരാശയിലും ഭാരത്തിലും കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. മാരകമായിരിക്കുന്ന രോഗങ്ങൾക്ക് അടിമപ്പെട്ടു പോയ, കിഡ്നി രോഗത്താൽ ഭാരപ്പെട്ട് കഴിയുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. ക്യാൻസറിൻ്റെ പിടിയിൽ അമർന്ന് നിരാശയോടുകൂടി സാമ്പത്തിക ക്ലേശത്തിലായിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. അവിടെ ചില പേരുകൾ ഞാനിവിടെ വായിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കിഡ്നി രോഗത്താൽ ഭാരപ്പെടുന്ന, ആഴ്ചയിൽ 2-3 തവണ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവീൺ എന്ന് പറയുന്ന ഒരു സഹോദരനുവേണ്ടി പ്രാർത്ഥിക്കാം. ബിന്ദുമോന്, സിസ്റ്റർ എൽസി, ഡഗ്ലസ് ആൻ്റണി കൊല്ലം, MM ജോൺ എന്നിവരുടെ പരിപൂർണ സൗഖ്യത്തിന് വേണ്ടി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ക്യാൻസർ രോഗികളായിട്ട് ഭാരപ്പെടുന്ന ചില പ്രിയപ്പെട്ടവരുടെ പേരുകൾ ഇവിടെ ലഭിച്ചിട്ടുണ്ട്. അവരെ ഓർത്ത് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് അവർക്ക് സൗഖ്യം കൊടുക്കുവാൻ ശക്തനാണ്. അവരുടെ മേൽ ദൈവത്തിൻ്റെ ആത്മശക്തി പകർന്ന് ബലം കൊടുത്ത് അവരെ ജീവിതത്തിലെ അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരുവാൻ നമ്മുടെ കർത്താവ് ശക്തിയുള്ളവനാണ്. ആ പ്രിയപ്പെട്ടവരുടെ പേരുകൾ ഞാൻ വായിക്കാം. ഒരു വത്സ എന്ന് പറയുന്ന സഹോദരിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദീർഘവർഷങ്ങളായി പ്രിയ സഹോദരി ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടുന്ന വ്യത്യസ്തമായ ചികിത്സാ വിധികൾ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ആ സഹോദരിക്ക് വേണ്ടി നമുക്ക് സൗഖ്യത്തിനായി പ്രാർത്ഥിക്കാം. സുശീല എന്ന് പറയുന്ന ഒരു സഹോദരിക്കായി പ്രാർത്ഥിക്കാം. ബ്രസ്റ്റ് ക്യാൻസറിനാൽ ഭാരപ്പെടുന്ന സുജ ജോർജ് കുണ്ടറയിലുള്ള സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ലിൻസി സാംസൺ പത്തനാപുരം, ശ്വാസകോശ ക്യാൻസറിനാൽ ഭാരപ്പെടുന്ന എബ്രഹാം ആഴകം എന്നീ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പരിപൂർണമായ സൗഖ്യം ദൈവം നൽകുന്നതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, രോഗങ്ങൾ എപ്പോഴും മനുഷ്യനെ തകർത്ത് കളയുന്നതാണ്, നിരാശപ്പെടുന്നതാണ്. ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധനായ ദൈവം അവരെ സൗഖ്യമാക്കുവാനും അവരെ സന്ദർശിക്കുവാനും ആശ്വാസം വിടലും അവർക്ക് നൽകുവാനും കർത്താവ് പ്രവർത്തിക്കേണ്ടതിന് ദൈവത്തിന് കരുതൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഈ പറയപ്പെട്ട വിഷയം വെച്ച് കർത്താവിനെ പ്രാർത്ഥിച്ചാട്ടെ. ആമേൻ. കർത്താവേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായ സമയത്തിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ അഭിഷക്തൻ പറയപ്പെട്ടതായ ഈ പ്രാർത്ഥനാ വിഷയങ്ങൾ അങ്ങയുടെ കരങ്ങൾ തരികയാണ്. കർത്താവേ സ്തോത്രം. പേര് പറയപ്പെട്ടതായ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ആണിപ്പെഴുതുള്ളതായ കരം തൊട്ട് സൗഖ്യമാക്കണമേ. ഇന്നേക്ക് 2025-26 വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിന് 2 കള്ളന്മാരുടെ മധ്യത്തിൽ 3 ആണികളെ തറയ്ക്കപ്പെട്ട് ശിരസ് മുതൽ പാദം വരെയും രക്തം ഒഴുക്കി കർത്താവ് മനുഷ്യൻ്റെ പാപത്തിന് മാത്രമല്ല, ശാപത്തിന് മാത്രമല്ല, രോഗത്തിനും വേണ്ടിയും കർത്താവ് തകർക്കപ്പെട്ടല്ലോ. ആ യേശു ക്രിസ്തുവിൻ്റെ പുണ്യാത്മ രക്തം ഇപ്പോൾ തന്നെ ലൈവിൽ കൂടി ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുവെങ്കിൽ കർത്താവേ സ്തോത്രം. ദൈവത്തിൻ്റെ അദൃശ്യമായ കരം സഞ്ചരിക്കുന്ന ആ സൗഖ്യമാക്കുന്ന കരം തൊട്ട് വിടുതൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിരാശയിലും ദുഃഖത്തിലും കർത്താവെ മരുന്ന് കഴിച്ചിട്ടും അതിന് പരിഹാരം വരാതിരിക്കുന്ന അനേകർ കർത്താവെ ലൈവിൽ ശ്രദ്ധിക്കുന്നുണ്ടാകാം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ വിടുതൽ നൽകണമേ. ഈ പേര് പറയപ്പെട്ട വ്യക്തികളുടെ മേൽ ദൈവത്തിൻ്റെ അദൃശ്യമായ കരം തൊട്ട് സൗഖ്യമാക്കണമേ. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ ലൈവിൽ കൂടി പ്രാർത്ഥിച്ചിട്ട് അനേകർ സൗഖ്യം പ്രാപിച്ചു എന്നുള്ളതായ സാക്ഷ്യങ്ങൾ ഞങ്ങൾ കഴിഞ്ഞ നാളുകൾ കേൾക്കുവാനിടയായി തീർന്നു. യേശുവിൻ്റെ നാമത്തിൽ സഞ്ചരിക്കുന്ന വചനം അയച്ച് ഇപ്പോൾ തന്നെ കർത്താവ് വിടുതലിൻ്റെ കാര്യം അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു
യേശുവിൻ്റെ നാമത്തിൽ തന്നെ കർത്താവെ അങ്ങ് തൊട്ടവരും അങ്ങേ തൊട്ടവരും സൗഖ്യമാക്കിയല്ലോ. യേശുവിൻ്റെ നാമത്തിൽ അങ്ങെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യമല്ലോ കർത്താവെ. യേശുവിൻ്റെ കരം തൊട്ട് സൗഖ്യമാക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുന്നുള്ള വചനത്തിന് പ്രകാരം വിശ്വാസത്തോടുകൂടി ഈ പ്രാർത്ഥന ശബ്ദം അനേകരുടെ ഹൃദയങ്ങളിലേക്ക് ഇത് പകരുമ്പോൾ അത് കർത്താവ് വിടുതലിന് കാരണമായി തീരുവാൻ ദൈവമായ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയും യാചനയും അപേക്ഷകളും എല്ലാം കേട്ടനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിന് കൃപയുടെ പരിശുദ്ധമായ നല്ല പിതാവേ, ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥനയുള്ള അപേക്ഷ കേട്ടനായി കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വെരിക്കോസ് വെയിൻ എന്ന് പറയുന്ന ഒരു രോഗം ഇപ്പോൾ സർവ്വസാധാരണമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അനേക പ്രിയപ്പെട്ടവർ വെരിക്കോസ് വെയിൻ്റെ അഭാരത്താൽ നിരാശയോടെ കഴിയുന്നവരുണ്ട്. അവരെ ഓർത്ത് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇവിടെ കുറച്ചുപേരുടെ പേര് ലഭിച്ചിട്ടുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ജോസഫ് റിബൻഷ്, മോളി സാബു, ജോയി കെഡി എന്നിവരുടെ പരിപൂർണ സൗഖ്യത്തിന് വേണ്ടി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പല ചികിത്സകൾ ചെയ്തിട്ടും വെരിക്കോസ് വെയിൻ എന്ന ആ രോഗത്തിൻ്റെ പിടിയിൽ രക്ഷപ്പെടുവാൻ സാധിക്കാത്ത അനേക പ്രിയപ്പെട്ടവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അവർക്കെല്ലാവർക്കും കർത്താവ് സൗഖ്യം കൊടുക്കുവാൻ ശക്തനാണ്. നാം ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന വേളയിൽ ദൈവം അവരെ സൗഖ്യമാക്കും. സ്തോത്രം. വിശ്വാസത്തോടു കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് അവരെ സൗഖ്യമാക്കട്ടെ. സ്തോത്രം. അതുപോലെ തന്നെ പ്രൈസ് ബ്രെയിൻ ട്യൂമറിനാൽ ഭാരപ്പെടുന്ന സ്മിച്ചു എന്ന് പറയുന്ന ഒരു സഹോദരന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ പരിശുദ്ധകരം ആ സഹോദരനെ തൊടുന്നതിന് വേണ്ടി ദൈവകരത്തിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ്. അതുപോലെ തന്നെ സ്തോത്രം. ആമേൻ. വർഷങ്ങളായിട്ട് ശരീരം തളർന്ന് കിടക്കുന്ന പാസ്റ്റർ ജോസഫ് ആളൂരിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ശാരീരികമായ രോഗത്താൽ ഭാരപ്പെടുന്ന ഒരു ഫ്രാൻസിസ് ചേട്ടന് വേണ്ടിയും റോസി ചേച്ചിക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ബ്രദർ അരുൺ എന്നിവരുടെ സൗഖ്യത്തിന് വേണ്ടി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ അനേക പ്രിയപ്പെട്ടവർ പ്രഷറിൻ്റെയും ഷുഗറിൻ്റെയും അതുപോലെ കൊളസ്ട്രോള് തുടങ്ങിയ ജീവിതശൈലി രോഗത്താൽ ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. അവരുടെ എല്ലാ സൗഖ്യത്തിനും വിടുതലിന് വേണ്ടി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് സൗഖ്യമാക്കുവാൻ ശക്തനാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ കരുത്തിൽ സമർപ്പിക്കുന്ന സകല വിഷയത്തിനും ദൈവം സ്തോത്രം പ്രതിഫലം കൊടുക്കും, പരിഹാരം കൽപ്പിക്കും. വിശ്വാസത്തോടു കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഈ പറയപ്പെട്ട പ്രിയപ്പെട്ടവരെയും ആമേൻ ഇതുപോലെ ഈ രോഗത്താൽ ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവരെയും ദൈവത്തിന് കരുതി സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ ദാസനെ വിഷയം വെച്ച് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ സ്തോത്രം സ്തോത്രം സ്തോത്രം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി ഞങ്ങൾ പിന്നെയും ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. ഞങ്ങളുടെ ദാസൻ പറയപ്പെട്ടതായ വിഷയത്തെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സങ്കീർത്തനം 103:2 വായിക്കുന്നല്ലോ, ഞാൻ സകല രോഗങ്ങളെ സൗഖ്യമാക്കുമെന്നും. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 26 വായിക്കുന്നു, ഞാൻ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. ഞാനുമെന്നല്ല, ഞാൻ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. അങ്ങനെയാണെങ്കിൽ ആരെങ്കിലും അസുഖത്താൽ ഇപ്പോൾ ഭാരപ്പെടുന്നുവെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ വിടുതലിൻ്റെ കരമായി എഴുന്നേൽക്കണമേ. കർത്താവ്, വെരിക്കോസിൻ്റെ അസ്വസ്ഥതയാൽ ഭാരപ്പെടുന്ന ഇവിടെ പേര് പറയപ്പെട്ട വ്യക്തികളോർത്ത് പ്രാർത്ഥിക്കുന്നു. ബ്രെയിൻ ട്യൂമറിൻ്റെ ഭാരത്താൽ ഭാരപ്പെടുന്ന വ്യക്തികളോർത്ത് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഷുഗർ, പ്രഷർ, അതുപോലെ കർത്താവ് വിവിധ അസുഖങ്ങളാൽ ഭാരപ്പെടുന്നവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവേ സ്തോത്രം സൗഖ്യമാക്കുന്ന കാര്യം ഇപ്പോൾ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. മരുന്ന് കഴിച്ചിട്ടും കർത്താവ് ഒരു കുറവില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്. എന്നാൽ കർത്താവേ സ്തോത്രം വൈദ്യശാസ്ത്രത്തിന് അപ്പുറമായി കർത്താവേ സ്തോത്രം ദൈവത്തിൻ്റെ അദൃശ്യമായ സൗഖ്യമാക്കുന്ന വിടുതലിൻ്റെ കാര്യം ഇപ്പോൾ തൊട്ട് വിടുതൽ നൽകുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ ദൈവമേ, കർത്താവേ സ്തോത്രം ഇപ്പോൾ തന്നെ വിടുതൽ കൽപ്പിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. അങ്ങ് ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ വൃത്തിന് സൗഖ്യമാകുമെന്ന് പറഞ്ഞതുപോലെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവ് ഒരു വാക്ക് കൽപ്പിക്കുമ്പോൾ കർത്താവേ വചനം കർത്താവേ സ്തോത്രം അസുഖത്താൽ ഭാരപ്പെടുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ വിടുതലിന് കാരണമായി തീരുമല്ലോ. കർത്താവേ യേശുവിൻ്റെ നാമത്തിൽ ആരെല്ലാം ഈ പ്രാർത്ഥന വിഷയം കേൾക്കുന്നുണ്ടോ, ലൈവിൽ കേൾക്കുന്നുണ്ടോ, കർത്താവേ ഇപ്പോൾ തന്നെ വിടുതലിൻ്റെ കരവുമായി എഴുന്നേൽക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം സാമ്പത്തികമായി കർത്താവ് മരുന്ന് പോലും വാങ്ങിക്കുവാൻ കഴിയാതെ വണ്ണം തകർന്നും ഭാരപ്പെട്ടിരിക്കുന്നവരുടെ ജീവിതത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ മരുന്നിനേക്കാളും വൈദ്യനേക്കാളും സാമ്പത്തികത്തിനേക്കാളും അതിനപ്പുറമായി സഹായിക്കുന്ന കാര്യവുമായി എൻ്റെ ദൈവം എഴുന്നേൽക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യഹോവ എഴുന്നേൽക്കുമ്പോൾ ശത്രുക്കൾ ചെതറിപ്പോകുന്നു, ദുഷ്ടൻ പല്ലുകടിച്ച് ഉരുകിപ്പോവും, അവൻ്റെ ആശ നശിച്ചു, ദുഷ്ടൻ്റെ ആഗ്രഹം തകർക്കുക, നശിപ്പിക്കുക, രോഗിയാക്കി തീർക്കുക. എന്നാൽ ദൈവപ്രകാരമല്ല, സൗഖ്യമാക്കുന്ന കാര്യവുമായി എപ്പോഴും വാതുക്കൾ ഞങ്ങളുടെ അരികിൽ നിൽക്കുന്ന ദൈവമാകയാൽ ഞങ്ങളെ വാഴ്ത്തുകയാണ്. കർത്താവേ ഇപ്പോൾ തന്നെ സൗഖ്യത്തിൻ്റെ കാര്യം ആയി അങ്ങ് എഴുന്നേൽക്കണം, ദൈവത്തിൻ്റെ സാന്നിധ്യം പകരണം. പ്രാർത്ഥന യാചനയും കേടനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന വിഷയങ്ങളായി കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കേരളത്തിൽ വിവാഹമോചന കേസുകൾ വളരെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. വിവാഹം കഴിഞ്ഞ് 1 മാസം ആകുന്നതിന് മുമ്പ് തന്നെ
വേർപെട്ട് രണ്ട് സ്ഥലത്തേക്ക് വേർപിരിഞ്ഞു പോയ എത്രയോ കേസുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അനേക കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്, തകർച്ചയുടെ വക്കിലാണ്. വിവാഹം അവർ സന്തോഷത്തോടുകൂടി വിവാഹിതരായി തീരുന്നു. 2, 3, 4, 5, 6 മാസങ്ങളൊക്കെ ഒരുമിച്ച് താമസിക്കുന്നു. അതിനുശേഷം അവർക്ക് ഒരുമിച്ച് താമസിക്കുവാൻ സാധ്യമല്ലാത്ത തരത്തിൽ പ്രശ്നങ്ങളാൽ അവരെ അത് നിരാശപ്പെട്ട് പിരിയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അനവധി കേസുകൾ നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അനേക പ്രിയപ്പെട്ടവർ കുടുംബ കോടതിയിൽ കേസ് ഫയൽ ചെയ്ത് കാത്തിരിക്കുന്നു. അനേക പ്രിയപ്പെട്ടവർ കോടതിക്ക് പുറത്ത് അവർ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ അവർ വേർപിരിഞ്ഞ് രണ്ട് പാത്രങ്ങളായിട്ട് മാറിപ്പോകുന്നു. പ്രിയപ്പെട്ടവരെ, തകർന്നുകൊണ്ടിരിക്കുന്ന ഈ ദാമ്പത്യ ജീവിതത്തിൽ ഭാരപ്പെടുന്ന അനേകരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. കുടുംബജീവിതം ആമേൻ, അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശുദ്ധമാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ അത് പരിപാവനമാണ്. അത് കാത്തു സൂക്ഷിക്കുവാനായിട്ട് ഓരോ ദമ്പതിമാരും അത് പ്രതിജ്ഞാബദ്ധരാണ്. സ്തോത്രം. എന്നാൽ പരസ്പരം അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ, പരസ്പരം മനസ്സിലാക്കുവാൻ സാധ്യമല്ലാത്ത തരത്തിൽ അവർ ജീവിതത്തിൽ നിരാശപ്പെട്ട് തകർന്നുകൊണ്ടിരിക്കുന്ന അനേക കുടുംബങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരെ ഓർത്ത് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നിരാശരായി ഭാര്യ ഭർത്തൃബന്ധം തകർന്ന് അവരവരുടെ ഭവനം കഴിഞ്ഞ അനേക പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവ് അവരെ ശക്തിപ്പെടുത്തുവാൻ, ബലപ്പെടുത്തുവാൻ, അവരുടെ ഹൃദയത്തിൽ ആശ്വാസം ലഭിക്കുവാൻ, പരസ്പരം അവരെ ക്ഷമിക്കുവാൻ, പരസ്പരം സഹിക്കുവാൻ, പൊറുക്കുവാൻ, സ്തോത്രം, കർത്താവരെ സഹായിക്കേണ്ടതിനായിട്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യർ വേർപിരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ആ പരിപാവനമായിരിക്കുന്ന സ്തോത്രം ആമേ ദൈവവചനത്തിൽ അടിയുറച്ച് അനേക കുടുംബങ്ങൾ തങ്ങളുടെ കുടുംബജീവിതം കെട്ടിപ്പടുക്കുവാൻ പരിശുദ്ധ പിതാവ് സഹായിക്കേണ്ടതിനായി ദൈവത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് അനേക കുഞ്ഞുങ്ങൾ അനാഥരായി തീരുന്നു. അവരുടെ സ്തോത്രം പ്രൈസ് ദി ലോർഡ്, സ്തോത്ര സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ സ്തോത്രം, വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ജോലിയില്ലാതെ ഭാരപ്പെടുന്ന അനേക യുവാക്കന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. അനേക പ്രിയപ്പെട്ടവർ വളരെ അനുഗ്രഹിക്കപ്പെട്ട ജോലി വാഗ്ദത്തങ്ങൾ ലഭിച്ച് വിദേശത്ത് പോയിട്ട് തങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി ലഭിക്കാതെ ഭാരപ്പെട്ട് വിദേശത്ത് കഴിയുന്ന അനേക യൗവനക്കാരുണ്ട്. സ്തോത്രം. അവർ പലപ്പോഴും പലരുടെയും പച്ചയായ ജീവിതങ്ങൾ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അവരെ ഓർത്ത് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. നിരാശകളെ മാറി അവരാഗ്രഹിക്കുന്ന ജോലി അവർക്ക് ലഭിക്കുവാൻ സ്തോത്രം ദൈവം അവരെ സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അനുഗ്രഹിക്കപ്പെട്ട വിദ്യാഭ്യാസം ലഭിച്ചിട്ടും അനുസരിച്ചുള്ള ജോലികൾ ലഭിക്കാതെ നിരാശയോട് കഴിയുന്ന യുവാക്കന്മാരുടെ വിടുതലിനും രക്ഷയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് എല്ലാവരെയും സഹായിപ്പാൻ ശക്തനാണ്. നമ്മുടെ ജീവിതം ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും പരിശുദ്ധ ദൈവം സ്തോത്രം അനുഗ്രഹീതമായിരിക്കുന്ന ഒരു ജീവിത നിലവാരത്തിലേക്ക് നമ്മെ കൈപിടിച്ച് ഉയർത്തുവാൻ, ഏവരെയും കൈപിടിച്ച് ഉയർത്തുവാൻ ദൈവം ശക്തനാണ്. സ്തോത്രം. ദൈവത്തിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ 2 വിഷയത്തിന് വേണ്ടിയിട്ട് സ്തോത്രം ദൈവദാസനെ പ്രാർത്ഥിക്കും. സ്തോത്രം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായ സമയത്തിനായി പിന്നെയും ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ അഭിഷക്തൻ പറയപ്പെട്ടതായ ഈ വിഷയത്തെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ഏകനായിരിക്കും നന്നല്ല എന്ന് ദൈവം ചിന്തിച്ചുകൊണ്ട് മനുഷ്യന് തക്കതായിട്ടുള്ള ദൈവം ഏതൻ പൂങ്കാവനത്തിൽ ദൈവം സൃഷ്ടിച്ചാക്കിയല്ലോ. എന്നാൽ ശത്രുവാകുന്ന പിശാച് കർത്താവ് തന്ത്രങ്ങൾ മെനഞ്ഞ് അവരുടെ കുടുംബജീവിതത്തെ തകർക്കത്തക്ക നിലയിൽ ശത്രു ആദ്യമേ പദ്ധതിയിട്ടുവെങ്കിലും കർത്താവ് ഇന്നേക്ക് 2000-ൽ പരം വർഷങ്ങൾക്ക് മനുഷ്യൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിനായി കുടുംബജീവിതം ഒരുമിച്ച് ജീവിക്കുവാൻ വേണ്ടി എല്ലാ തലത്തിലും കർത്താവ് നിങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ട യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ രക്തം കൊണ്ട് ഇപ്പോൾ കർത്താവ് ഈ പ്രാർത്ഥന ലൈനിൽ കർത്താവ് ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്ന അനേക സഹോദരങ്ങളുടെ ഭവനത്തിൽ, അനേക കുടുംബങ്ങളിൽ, രക്തബന്ധങ്ങളിൽ, കർത്താവ് 7 ഭവനങ്ങളിൽ കർത്താവെ ഡൈവേഴ്സിൻ്റെ ഡൈവേഴ്സ് ആയിരിക്കുന്നവരെ കർത്താവെ സ്തോത്രം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പാവനമായിരിക്കുന്ന കർത്താവെ, പരിപാവനമായിരിക്കുന്ന ജീവിതത്തെ കർത്താവ് തകർത്തുകൊണ്ടിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവെ നിയമേ ഈ നാളുകളിൽ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ വിഷയത്തിന് മറുപടി കൊടുക്കണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, മിത്രങ്ങൾ ഒന്നും നഷ്ടപ്പെട്ടു പോകുവാൻ ഇട വരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ അനാഥരായി തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ നാഥ ആയിരിക്കുന്നത്. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അനേക കർത്താവ് തലമുറകൾ തകർന്നുകൊണ്ടിരിക്കുന്നു, അവരുടെ കുടുംബജീവിതങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു. കർത്താവ് ലഹരി പദാർത്ഥങ്ങളിലും മറ്റ് പാപ സ്വഭാവങ്ങളിലും അടിപ്പെട്ട് അവരുടെ ജീവിതങ്ങൾ തകർച്ചയിലേക്ക് നീങ്ങുന്നു. എന്നാൽ യേശുവിൻ്റെ നാമത്തിൽ പരിപാവനമായിരിക്കുന്ന കുടുംബജീവിതത്തിൻ്റെ അടുക്കും ചിട്ടയും അത് നല്ല രീതിയിലായിത്തീരുവാൻ ദൈവമായ കർത്താവ് സഹായിക്കണം. ഈ പ്രാർത്ഥനയിൽ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ ഈ ദിവസങ്ങളിൽ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടണമെന്ന് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ,
അടുത്തതായി രണ്ടാമതായി ഞങ്ങൾ പ്രാർത്ഥന വിഷയത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം. ജോലിക്ക് വളരെ വിദ്യാഭ്യാസം കഷ്ടപ്പെട്ട് പാടുപെട്ട് വിദ്യാഭ്യാസം ചെയ്തെങ്കിലും കർത്താവെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ തക്കതായിട്ടുള്ള ജോലി ലഭിക്കുവാൻ കഴിയാതെ വണ്ണം വിദേശത്തും സ്വദേശത്തും ആയിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്ക് അർഹിക്കുന്ന ജോലികൾ അർഹരായിരിക്കുന്നവർക്ക് ദൈവം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഒത്തിരി കഷ്ടപ്പെടുന്നവരുണ്ട് നാഥ, യേശുവിൻ്റെ നാമത്തിൽ യുവാക്കന്മാരങ്ങളുടെ കരങ്ങൾ തരികയാണ്. ഇത് വിദേശത്തും സ്വദേശത്തുമായിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുടെ കരങ്ങൾ തരുന്നു കർത്താവേ. അവർക്ക് അർഹിക്കുന്ന ജോലി അവർ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാന്യമായ ശമ്പളം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേക കർത്താവെ സ്തോത്രം ആതുര സേവനങ്ങൾ നടത്തുന്നവരുണ്ട്. അതുപോലെ കർത്താവെ കലാലയങ്ങളിൽ കർത്താവ് ജോലി ചെയ്യുന്നവരുണ്ട്. വിവിധ ഔദ്യോഗിക തലങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ട്. കർത്താവെ സ്തോത്രം. ആമേൻ. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അർഹിക്കുന്ന കർത്താവ് ജോലിയിൽ നൽകി ശമ്പളം നൽകി മാനിക്കണമെന്ന് ദൈവത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈ രണ്ട് വിഷയങ്ങളെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിൽ ദൈവത്തിന് മറുപടി നൽകി ഉത്തരം നൽകി ഈ ദിവസങ്ങളിൽ തന്നെ ആമേൻ ഞങ്ങൾക്ക് ഈ വിഷയത്തിന് മറുപടി ലഭിച്ചു എന്ന് പറയത്തക്ക നിലയിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുന്ന കൃപയ്ക്കായി സ്തോത്രം. പ്രാർത്ഥന യാചന കേട്ടനായി സ്തുതിക്കുന്നു യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന വിഷയങ്ങളായി കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ സ്തോത്രം. കേരളത്തിൽ ഇപ്പോൾ ചൂട് വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 1-2 ദിവസമായിട്ട് കേരളത്തിലെ പല ജില്ലകളിലും അത്യാവശ്യം മഴയൊക്കെ ലഭിക്കുവാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. എങ്കിലും സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ വളരെ ശക്തമായ ചൂടാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനം മാത്രമല്ല, നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലും അതേ വർദ്ധിച്ച് ചൂട് അനുഭവിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും നമ്മുടെ സംസ്ഥാനത്തിലും അനുഗ്രഹീതമായിരിക്കുന്ന കാലാവസ്ഥ ലഭിക്കുന്നതിന് വേണ്ടി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇങ്ങനെ ചൂട് വർദ്ധിച്ചു പോയി കഴിഞ്ഞാൽ മനുഷ്യൻ സകല ജീവജാലങ്ങൾക്കും അതേ വളരെ പ്രശ്നങ്ങൾ സംഭവിക്കാനായിട്ട് ഇടയായിത്തീരും. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അനുകൂലമായിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട കാലാവസ്ഥ ദൈവമേ ലഭ്യമാകണമെൻ ദൈവം സഹായിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. അന്തരീക്ഷത്തിലെ ചൂട് വർദ്ധിക്കുന്നത് പോലെ തന്നെ നമ്മുടെ സ്തോത്രം സംസ്ഥാനത്തെ രാഷ്ട്രീയപരമായിരിക്കുന്ന ചൂടും വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയ നാടകങ്ങളുടെ കൂത്തരങ്ങായിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പല സംസ്ഥാനങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ്. വളരെ നിരാശകരമായിരിക്കുന്ന കാര്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ അജണ്ടകളുടെ അതേ ഭാഗമായിട്ട് സുസ്ഥിരമായിരിക്കുന്ന ഒരു ഭരണ സംവിധാനത്തെ കെട്ടിപ്പടുക്കുവാൻ സാധ്യമല്ലാത്ത തരത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ വിഷമിക്കുന്ന, വെള്ളം കുടിക്കുന്ന കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ, കേരളത്തിൽ, പശ്ചിമ ബംഗാളിൽ ഒക്കെ ഈ അടുത്ത ദിവസങ്ങളിൽ നടന്ന ഇലക്ഷനിൽ ആമേൻ സ്തോത്രം മുന്നോട്ട് വന്ന രാഷ്ട്രീയ പാർട്ടികളുടെ അവരുടെ ഭരണം സ്ഥിരമാകുവാനോ അനുഗ്രഹീതമായിരിക്കുന്ന ഭരണം കാഴ്ചവെക്കുവാൻ തക്ക സമയത്ത് അവർക്ക് ഭരണത്തിൽ കയറുവാനൊന്നും കഴിയാത്ത തരത്തിൽ വളരെ നാടകീയമായിരിക്കുന്ന രംഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം ഒരു പരിസമാപ്തി വരുത്തുന്നതിന് വേണ്ടി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ആളുകൾ വളരെ നിരാശരാണ്. സ്തോത്രം. ആളുകൾ വളരെ ആശങ്കയോടുകൂടി കാണുകയാണ്. ജനാധിപത്യ മര്യാദകളോടുകൂടി ആമേൻ, അതുപോലെ തന്നെ മതേതരത്വത്തെ കാത്തു സൂക്ഷിക്കുന്ന, ജനങ്ങൾക്ക് ഉപകാരങ്ങൾ ചെയ്യുന്ന ജനസേവകന്മാരായിരിക്കുന്ന MLA-മാർ, MP-മാരൊക്കെ ഉണ്ടാകുവാനായിട്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തിന് സുസ്ഥിരമായിരിക്കുന്ന ഭരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഭരണാധികാരികളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രസിഡന്റ് മുതൽ ആമേൻ ആയിരിക്കുന്ന പഞ്ചായത്തിലെ ഭരണസമിതി വരെയുള്ള സകല അധികാരികളെയും ദൈവം അനുഗ്രഹിക്കുവാൻ, അവരെ യഥാർത്ഥ ജനസേവകരായി ജനാധിപത്യ മര്യാദകളോടുകൂടി ജനനന്മയ്ക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ദൈവം അവരെ സഹായിക്കുന്നതിന് വേണ്ടി, ദൈവരെ കാത്തു പരിപാലിക്കുന്നതിന് വേണ്ടി ഉള്ള സാഹചര്യം അന്തരീക്ഷം ഒരുങ്ങുന്നതിന് വേണ്ടി അവർക്ക് വേണ്ടി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കാലാവസ്ഥാ വ്യതിയാനത്തിന് വേണ്ടിയിട്ടും സുസ്ഥിരമായിരിക്കുന്ന ഭരണ സംവിധാനങ്ങൾക്ക് വേണ്ടിയിട്ടും ഭരണാധികാരികൾ വളരെ സ്നേഹത്തോടെ, സമാധാനത്തോടെ, വളരെ സന്തോഷത്തോടുകൂടി രാജ്യത്തെ ജനത്തെ ഭരിക്കുവാനും, ജനം അതേ ഭരണാധികാരികളാൽ ഭരിക്കപ്പെടുമ്പോൾ അവർ വളരെ സമാധാനത്തോടും സന്തോഷത്തോടും ആയിരിക്കുന്ന സാഹചര്യം ഉടലെടുക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താദാസനെയും പറയപ്പെട്ട വിഷയങ്ങളെ വെച്ച് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായ സമയത്തിനായി പിന്നെയും ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങയുടെ ദാസൻ പറയപ്പെട്ടതായി 2 വിഷയങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ദൈവമേ, കർത്താവ് കാലാവസ്ഥ വ്യതിയാന മുഖാന്തരമായി വിവിധമായ കർത്താവേ സ്തോത്രം, ഞങ്ങളുടെ കർത്താവെ അന്തരീക്ഷം മുഴുവനും ചൂടുപിടിച്ച് കർത്താവ് വിവിധമായിട്ടുള്ളതായ ഉഷ്ണതരംഗങ്ങൾ മുഖാന്തരമായി വരുന്നതായ രോഗങ്ങൾ, വിവിധ വിഷയങ്ങൾ കർത്താവെ
സ്തോത്രം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം കർത്താവെ മനസ്സിലാക്കുന്നത് കർത്താവെ സ്തോത്രം. കർത്താവെ കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുമ്പോൾ കർത്താവ് കാലാവസ്ഥകൾക്ക് പോലും വ്യതിയാനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുവല്ലോ. എന്നാൽ കർത്താവ് നാളുകളിൽ കർത്താവെ സ്തോത്രം സംബന്ധമായി കർത്താവെ കാലാവസ്ഥ ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഹല്ലേലൂയ. പ്രകൃതിയെ നിയന്ത്രിക്കുന്ന ആ ദൈവം കൂടെയുള്ളതിനായി സ്തോത്രം. കാറ്റ് അടങ്ങുക, കടലെ ശാന്തമാക്കുക. കാറ്റിനെയും കടലിനെയും കർത്താവെ സ്തോത്രം നിയന്ത്രിക്കുന്ന ദൈവം. പ്രകൃതിയിലെ ആമൻ നവഗ്രഹങ്ങളെ നിയന്ത്രിക്കുന്ന ദൈവം കർത്താവെ. പ്രകൃതിയുടെ ആമൻ കർത്താവെ സ്തോത്രം എല്ലാ ആമൻ കർത്താവെ സ്തോത്രം പക്ഷികളും മൃഗങ്ങളും എല്ലാം നിയന്ത്രിക്കുന്ന ദൈവം കർത്താവെ. എല്ലാം ദൈവത്തിൻ്റെ ചലനത്തിൻ്റെ അധീനതയിൽ നിൽക്കുന്നതായ കർത്താവെ സ്തോത്രം. ഇതെല്ലാം കർത്താവ് തന്നെ നിയന്ത്രിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ സ്തോത്രം. രണ്ടാമതായി കർത്താവിൻ ദാസൻ പറയപ്പെട്ട വിഷയത്തെ ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ജനങ്ങളാൽ കർത്താവ് തിരഞ്ഞെടുക്കപ്പെട്ടതായ പ്രതിനിധികളാണല്ലോ ദൈവമേ സ്തോത്രം. ഞങ്ങളുടെ സംസ്ഥാനങ്ങളിൽ ഇന്ത്യ മഹാരാജ്യത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, ഭരിക്കാൻ പോകുന്നത് കർത്താവ് ദൈവമേ. ദൈവത്തിൻ്റെ സ്വന്തം സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടതായ മനുഷ്യന് എല്ലാ നിലവാരത്തിലും കർത്താവെ സ്വാതന്ത്ര്യം വേണം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാകയാൽ കർത്താവെ സ്തോത്രം. ഞങ്ങളുടെ ഈ ഇന്ത്യ മഹാരാജ്യം ഒരു ജനാധിപത്യ രാജ്യമായതുകൊണ്ട് കർത്താവെ സ്തോത്രം ചെയ്യുമ്പോൾ ജനങ്ങൾക്ക് ആമൻ കർത്താവെ സ്തോത്രമില്ല അനുഗ്രഹിക്കപ്പെട്ടതായ ഭരണങ്ങൾ നിലനിർത്തുവാൻ കർത്താവെ സ്തോത്രം. കർത്താവിൻ്റെ MLA-മാരെ MP-മാരെ ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം. കർത്താവ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ മറവിലായിരുന്നു കൊണ്ട് കർത്താവ് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം സഹായിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, രാജ്യത്തിൻ്റെ ഉണർവിന് വേണ്ടി, രാജ്യത്തിൻ്റെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹം ഇതിൻ്റെ മധ്യത്തിലുണ്ട്. ആയതുകൊണ്ട് കർത്താവെ സ്തോത്രം. ഞങ്ങൾ എല്ലാ MP-മാരും MLA-മാർക്കും മന്ത്രിമാർക്കും ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി ഞങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവമേ ദൈവത്തിന് അനുകൂലമായിരിക്കുന്ന കർത്താവ് നല്ല ഭരണങ്ങൾ നാളുകളിൽ കാഴ്ചവെക്കുവാൻ എൻ്റെ ദൈവമായ കർത്താവ് സഹായിക്കണമേ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ രണ്ട് വിഷയങ്ങൾ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രാർത്ഥന യാചനികനായ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന വിഷയങ്ങളായി കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ സ്തോത്രം. പ്രിയപ്പെട്ട നമ്മുടെ ഇമ്മാനുവേൽ മിഷൻ ടീമിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഇമ്മാനുവേൽ മിഷൻ ഏകദേശം 3 വർഷങ്ങൾക്ക് മുമ്പ് അങ്കമാലി ആഴകം കേന്ദ്രമായി പ്രവർത്തനം തുടങ്ങിയ ഒരു സുവിശേഷ സംഘടനയാണ് ഇമ്മാനുവേൽ മിഷൻ ടീം. കർത്താവിൻ്റെ ദാസൻ ബഹുമാനപ്പെട്ട പാസ്റ്റർ വർഗീസ് തുടിയനാൽ രൂപീകരിക്കപ്പെട്ട ഈ പ്രവർത്തനം വളരെ അനുഗ്രഹമായിട്ട് നാളിതുവരെയും വളരെ അനുഗ്രഹമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എല്ലാ ചൊവ്വാഴ്ചകളിലും പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന പരസ്യയോഗങ്ങളും ഭവന സന്ദർശനങ്ങളും ലഘുലേഖാ വിതരണങ്ങളും അതിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രവർത്തനം അനേകരുടെ ആത്മീയ അനുഗ്രഹത്തിനും സന്തോഷത്തിനും സമാധാനത്തിനും അനുഗ്രഹീതമായിരിക്കുന്ന ശാരീരികവും മാനസികവുമായ വിടുതലിനും കാരണമായി തീരുവാൻ പരിശുദ്ധ ദൈവം ഇടയാക്കുന്നതിനായിട്ട് ഈ അധ്വാനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ കരമുണ്ടാകുവാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ വർഷത്തിൽ ഒരിക്കൽ ഏകദേശം 25 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ഭാരതീയ പ്രാർത്ഥനാ യാത്ര ഞങ്ങൾ നടത്തുന്നുണ്ട്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും കടന്നു ചെന്ന് സംസ്ഥാനങ്ങളുടെ അനുഗ്രഹത്തിനും സമാധാനത്തിനും ജനത്തിൻ്റെ നന്മയ്ക്കും അനുഗ്രഹീതമായ സുസ്ഥിരമായ ഭരണ സംവിധാനം ഉണ്ടാകുന്നതിനും അനേകർ സന്തോഷത്തോടുകൂടി സർവശക്തനായ ദൈവത്തെ അറിയുവാനും അറിഞ്ഞ് സമാധാനത്തോടെ ജീവിക്കുന്ന നിലപാടിലേക്ക് എത്തുവാനും ഞങ്ങൾ പ്രാർത്ഥനാ യാത്രകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാ വർഷവും അത് നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ പ്രാർത്ഥനാ യാത്രകളുടെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ കേരളത്തിൻ്റെ ഓരോ ജില്ലകൾ കേന്ദ്രീകരിച്ച് പ്രാർത്ഥനാ യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യയുടെ മറ്റു സംസ്ഥാനങ്ങളിലും ഓരോ മാസവും പ്രാർത്ഥനാ യാത്രകളും സുവിശേഷ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു. കർത്താവ് ഈ പ്രവർത്തനങ്ങളെല്ലാം അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ 2000 അങ്കമാലി ആഴകം കേന്ദ്രമായി പ്രവർത്തനം തുടങ്ങിയ ഒരു ഇമ്മാനുവൽ ഓർഫനേജ് ഉണ്ട്. അനേക കുഞ്ഞുങ്ങൾ ഇവിടെ താമസിച്ച് പഠിച്ച് ലോകത്തിൻ്റെ ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കടന്നുപോയിട്ടുണ്ട്. വ്യത്യസ്ത ജോലികളിൽ ഏർപ്പെട്ട് വ്യത്യസ്ത നിലപാടുകളിൽ സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന അനേക കുഞ്ഞുങ്ങൾ ഇവിടെ പഠിച്ച് പുറത്തു പോയവരുണ്ട്. ഇപ്പോഴും അനേക കുഞ്ഞുങ്ങൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ആ സ്ഥാപനത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ അനുഗ്രഹിക്കപ്പെട്ട വിദ്യാഭ്യാസം അവർക്ക് നൽകുന്നതിന് വേണ്ടി 7ാം സ്റ്റാൻഡേർഡ് വരെയുള്ള CBSE സിലബസിൽ പഠിപ്പിക്കുന്ന ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂള് ഇവിടെയുണ്ട്. അതിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത് ഏതെങ്കിലും സംഘടനയുടെയോ ഏതെങ്കിലും സഭയുടെയോ സാമ്പത്തികമായിരിക്കുന്ന അതേ സഹായങ്ങൾ സ്വീകരിച്ചുകൊണ്ടല്ല, പകരം വിശ്വാസത്താൽ, ദൈവത്തോടുള്ള വിശ്വാസത്താൽ, പ്രാർത്ഥനയാൽ മാത്രം നടന്നുകൊണ്ടിരിക്കുന്ന
ഈ പ്രവർത്തനങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ വീണ്ടും മുന്നോട്ട് പോകുവാൻ കർത്താവ് സഹായിക്കേണ്ടതിനായിട്ട് ആമേൻ. ഈ ടീമിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രൈസ് ലോർഡ്. കർത്താനുദാസൻ പ്രാർത്ഥിച്ചാട്ടെ. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായ സമയത്തിനായി ഞങ്ങൾ പിന്നെ അങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, കർത്താവിൻ്റെ ദാസൻ പറയപ്പെട്ടതായ വിഷയത്തെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏകദേശം 30 വർഷത്തോളമായി കർത്താവ് ഞങ്ങളുടെ കർത്താവേ ഇമാനുവേൽ മിഷൻ എന്ന ഈ പ്രവർത്തനത്തിൻ്റെ കർത്താവേ സ്തോത്രം. കർത്താവേ ആമേൻ. കർത്താവിൻ്റെ കാഴ്ചപ്പ് ദൈവം കൊടുത്തതായ ആ ദർശനത്തിന് പ്രകാരം കർത്താവിൻ്റെ അഭിഷിക്തനായിരിക്കുന്ന വർഗീസ് സ്റ്റുഡൻറ്റ് പാസ്റ്റർ നേതൃത്വത്തിൽ കർത്താവേ ഈ ആഴകം എന്ന് പറയുന്ന ചെറിയ കൊച്ചു ഗ്രാമത്തിൽ തുടങ്ങിയതായ ഈ പ്രവർത്തനം ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിൽ കൂടെയും ആമേൻ കർത്താവേ മറ്റുള്ളതായ പ്രവർത്തനങ്ങളിൽ കൂടെയും കർത്താവേ അനേക സ്ഥലങ്ങളിൽ കർത്താവ് ഇത് എത്തിച്ചേരുവാൻ ദൈവം ഞങ്ങൾ വളരെ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവേ സ്തോത്രം. തകർന്നും നുറുങ്ങിയും കർത്താവേ സമാധാനം നഷ്ടപ്പെട്ട് നിരാശയിലും ദുഃഖത്തിലും അതുപോലെ തന്നെ മദ്യത്തിലും മയക്കുമരുന്നിലും പാപസ്വഭാവങ്ങളിലും അടിമപ്പെട്ട് എല്ലാവരാലും നിഷേധിക്കപ്പെട്ട് തകർക്കപ്പെട്ട അനേക ജീവിതങ്ങളുടെ ഉദ്ധാരണത്തിന് വേണ്ടി കഴിഞ്ഞ വർഷങ്ങളിൽ കഴിഞ്ഞ നാളുകളിൽ അഹോരാത്രം തൻ്റെ കർത്താവ് ആരോഗ്യവും ഒക്കെയും കർത്താവ് ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് സഹായം വരുന്ന പർവ്വതത്തിലേക്ക് കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് കർത്താവെ പ്രാർത്ഥിച്ചു തുടങ്ങിയതായ ഞങ്ങളുടെ ഈ പ്രസ്ഥാനത്തെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവ് ഇമ്മാനുവേൽ മിഷൻ്റെ എല്ലാ മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന കർത്താവെ സ്തോത്രം. ആമേൻ. കർത്താവ് സുവിശേഷ പ്രവർത്തനങ്ങൾ അതുപോലെ കർത്താവെ വർഷത്തിലൊരിക്കൽ നടക്കുന്നതായ കർത്താവ് ഇന്ത്യയുടെ ആമേൻ എല്ലാ സ്റ്റേറ്റുകളിലും കർത്താവ് ഞങ്ങൾ കടന്നു ചെന്ന് ആമേൻ വാഹനങ്ങളിൽ യാത്ര ചെയ്ത് പ്രാർത്ഥിക്കുന്നതായ പ്രവർത്തനങ്ങൾ അതുപോലെ കർത്താവ് മാസത്തിൽ ആമേൻ നടക്കുന്ന എല്ലാ മാസത്തിൽ നടക്കുന്ന എല്ലാ ചൊവ്വാഴ്ച നടക്കുന്ന പ്രവർത്തനങ്ങൾ എല്ലാം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം. ദൈവത്തിൻ്റെ ആമേൻ വചനത്തിൻ്റെ വ്യാപ്തിക്ക് ഒത്തവണ്ണം അത് പടരുവാൻ കർത്താവ് അനേകരിൽ പകരുവാൻ കർത്താവേ സ്തോത്രം അഹോരാത്രം പ്രവർത്തിക്കുന്ന കർത്താവേ സ്തോത്രം. അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട 60-ലധികം കർത്താവിൻ്റെ ശ്രേഷ്ഠ ദാസിദാസന്മാരെ അണിനിരത്തിക്കൊണ്ട് ദേശത്തിൽ കൂടി പ്രവർത്തിക്കുന്ന ഈ പ്രവർത്തന മണ്ഡലങ്ങളെ സ്വർഗത്തിൽ ദൈവം ധാരാളമായി അനുഗ്രഹിക്കണമേ. ഈ ലൈവിൽ കൂടി കണ്ടുകൊണ്ടിരിക്കുന്ന അനേകർ ഒരു കൈത്താങ്ങലായി പ്രാർത്ഥനാ സഹായമായി ചെയ്യുവാൻ ഇവരെ വീണ്ടും ശക്തിപ്പെടുത്തണമേ. നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഓരോരോ ദിവസം കഴിയും തോറും ഇതിൽ 10 മടങ്ങ് അത് വർദ്ധിച്ച് അനേകർക്ക് പ്രയോജനകരമായി തീരുവാൻ എൻ്റെ ദൈവമായ കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ദൈവമേ, സാമ്പത്തികമായിട്ടുള്ള അനേക സഹായങ്ങളുടെ സ്വർഗ്ഗത്തിലേക്കും പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി കർത്താവേ ഞങ്ങൾ അങ്ങ് അപേക്ഷിക്കുകയാണ്. ഈ നാളുകളിൽ നടത്തുന്ന വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. എല്ലാ വിഷയങ്ങളും ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവേ. സ്തോത്രങ്ങൾ ഓർമ്മ സ്കൂള് അതിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാ സ്റ്റാഫുകളും എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മശക്തമായി ഇടപെടണം. അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണം. പ്രാർത്ഥന യാചന എല്ലാം സ്വർഗം അംഗീകരിച്ച് ശ്രദ്ധ വെച്ച് കേട്ട കൃപയ്ക്കായി സ്തോത്രം. സമസ്തവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ കൃപയോട് കേട്ട് ഉത്തരവേണം. സ്വർഗ്ഗസ്ഥനായ നല്ല പിതാവേ, ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന വിഷയങ്ങളായി കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഞങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, എല്ലാ ആഴ്ചയിലും ബുധനാഴ്ചയും ശനിയാഴ്ചയും വൈകിട്ട് 7 മുതൽ 8:30 വരെ ഇവിടെ ഈ ഇതുപോലെയുള്ള ലൈവ് പ്രോഗ്രാം നടത്തുന്നുണ്ട്. നിങ്ങൾ എല്ലാ ആഴ്ചയിലും നിങ്ങൾ അത് കാണുവാനും കേൾക്കുവാനും അനുഗ്രഹം പ്രാപിക്കുവാനും ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറെ വിഷയങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരിക. ഞങ്ങളുടെ ചാനലിൽ ഞങ്ങളുടെ മൊബൈൽ നമ്പർ ഞങ്ങൾ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ വിഷയങ്ങൾ ഞങ്ങളെ അറിയിച്ചാൽ ഇവിടെ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ദൈവത്തിൻ്റെ മക്കളുണ്ട്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എല്ലാ ബുധനാഴ്ചയും വ്യാഴാഴ്ചയും സഹോദരിമാരും എല്ലാ ശനിയാഴ്ചയും സഹോദരന്മാരും ഇവിടെ കടന്നു വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുവാനായിട്ട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ കർത്താവ് വലിയവൻ. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ സ്തോത്രം. ഞങ്ങളുടെ കൊയർ അനുഗ്രഹീതമായിരിക്കുന്ന ഒരു ഗാനം നിങ്ങൾക്ക് വേണ്ടി ആലപിക്കുന്നതാണ്. അതിനുശേഷമായിട്ട് അങ്കമാലി കറുകുറ്റി അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിലെ ശുശ്രൂഷനായിരിക്കുന്ന ബഹുമാനപ്പെട്ട പാസ്റ്റർ ജുഡിയ ജോസഫ് നിങ്ങൾക്ക് വേണ്ടി അനുഗ്രഹീതമായിരിക്കുന്ന ഒരു സന്ദേശം നൽകുന്നതാണ്. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ നിർത്തുന്നു. കർത്താവ് സഹായിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ
ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാവിത് പോരാ, നാളിത് പോരാ, ആയുസ്സും ഇത് പോരാ. നാവിത് പോരാ, നാളിത് പോരാ, ആയുസ്സും ഇത് പോരാ. ജീവിത പാതയിൽ കാലുകളേറെ കുഴഞ്ഞു വീഴാതെ, ജീവിത പാതയിൽ കാലുകളേറെ കുഴഞ്ഞു വീഴാതെ, താങ്ങി നടത്തിയതോർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ, താങ്ങി നടത്തിയതോർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാവിത് പോരാ, നാളിത് പോരാ, ആയുസ്സും ഇത് പോരാ. നാവിത് പോരാ, നാളിത് പോരാ, ആയുസ്സും ഇത് പോരാ. കാരിരുമാണികൾ തറയപ്പെട്ടത് എൻ പേർക്കാണല്ലോ, കാരിരുമാണികൾ തറയപ്പെട്ടത് എൻ പേർക്കാണല്ലോ. ക്രൂശിലെ സ്നേഹമതോക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ, ക്രൂശിലെ സ്നേഹമതോക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാവിത് പോരാ, നാളിത് പോരാ, ആയുസ്സും ഇത് പോരാ. 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 ഇമ്മാനുവേൽ മിഷൻ ചാനലിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഏവർക്കും ഒരിക്കൽ കൂടി വീണ്ടും വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യതിരുനാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. പ്രിയമുള്ളവരെ, അല്പസമയം നമുക്ക് ഗാനങ്ങൾ ആലപിച്ച് ദൈവത്തെ സ്തുതിക്കുവാൻ, വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം ഇടയാക്കിയല്ലോ. നിശ്ചയമായും ഈ പ്രാർത്ഥനാ നിമിഷങ്ങൾ, ഈ ഗാന നിമിഷങ്ങളൊക്കെയും നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരും. തുടർന്ന് അല്പസമയം ദൈവത്തിൻ്റെ വചനം നമ്മൾ ഒന്നിച്ച് ചിന്തിക്കുവാൻ ദൈവകൃപയിൽ ആശ്രയിക്കുന്നു. രണ്ട് തിമോത്തിയോസിൻ്റെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം വായിക്കുമ്പോൾ നാം ഇപ്രകാരം അവിടെ വായിക്കും: എല്ലാ തിരുവെഴുത്തും ദൈവനിശ്വാസ്യമാകിയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ വക പ്രാപിച്ച് തികഞ്ഞവരാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളവ ആകുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം അത് നാം വായിക്കുന്നത്, വായിച്ച് കേൾക്കുന്നത്, പ്രസംഗിച്ച് കേൾക്കുന്നത്, അത് നമ്മുടെ ജീവിതത്തെ തികഞ്ഞവരാക്കുന്ന, നമ്മളെ ഗുണീകരിക്കുന്ന, നമ്മളെ ശാസിക്കുന്ന, നമ്മളെ പ്രബോധിപ്പിക്കുന്ന, നമ്മളെ ശക്തീകരിക്കുന്ന ഒന്നാണ് ദൈവത്തിൻ്റെ വചനം. അതുകൊണ്ട് നിശ്ചയമായും വളരെ ശ്രദ്ധയോടെ ഈ വചനത്തെങ്കിലായിരിക്കുന്നെങ്കിൽ ആ വചനം നിങ്ങളെ പണിയുവാനിടയായിത്തീരും, ആ വചനം നിങ്ങളെ അനുഗ്രഹിക്കുവാനിടയായിത്തീരും, ആ വചനം നിങ്ങളെ സൗഖ്യമാക്കുവാനിടയായിത്തീരും. ഞാൻ ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി ഒരു വാക്യം വായിക്കുവാൻ ദൈവകൃപയിൽ ആശ്രയിക്കുന്നു. 1 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ക്രിസ്തുവേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും അവിടെയും ഇവിടെയും എവിടെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും കൂടെ വിളിക്കപ്പെട്ട വിശുദ്ധന്മാർക്കുമായി എഴുതുന്നത്. പ്രിയമുള്ളവർ, ഇവിടെ ഇങ്ങനെ വായിക്കുകയാണ്: അവിടെയും ഇവിടെയും എവിടെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും. പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ ഈ സ്റ്റുഡിയോയിൽ, ഇമ്മാനുവേൽ മിഷൻ ചാനലിൻ്റെ സ്റ്റുഡിയോയിലായിരിക്കുന്നു. ചിലപ്പോൾ നിങ്ങളിപ്പോൾ ലൈവിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുകയായിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരു സമയത്തായിരിക്കാം നിങ്ങളിത് കേൾക്കുന്നത്. ഇവിടെയാണെങ്കിലും അവിടെയാണെങ്കിലും ദൈവത്തിൻ്റെ വചനം പറയുന്നു, മനുഷ്യൻ്റെ സമ്പൂർണ്ണ രക്ഷയ്ക്കായി നൽകപ്പെട്ടിരിക്കുന്ന
ഒരു നാമമാണ് ഏതു മനുഷ്യനും ഏതു സമയത്തും വിളിച്ചപേക്ഷിക്കാവുന്ന, എവിടെയിരുന്നും ഏത് കുഴിയിലും ഏതവസ്ഥയിലും ഏത് സമ്പൂർണമായ ഒരു വിടുതൽ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഏതു മണ്ഡലത്തിലും വിളിച്ചപേക്ഷിക്കാവുന്ന ഒരു നാമമാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഞാൻ ഇന്ന് അല്പസമയം ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത് ഈ നാമത്താൽ, യേശു എന്ന നാമത്താൽ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന സമ്പൂർണ്ണ രക്ഷയെക്കുറിച്ചാണ് ഓരോന്നായി ചിന്തിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ നാമം, യേശുക്രിസ്തുവിൻ്റെ നാമം, യേശു എന്ന നാമം, അവൻ നമ്മുടെ രോഗങ്ങളെ സൗഖ്യമാക്കുന്ന നാമമാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് കൃപ കൊണ്ടുവരുന്ന നാമമാണ്. യേശു എന്ന ഈ നാമം നമ്മളെ സമാധാനത്തിൽ നടത്തുന്ന നാമമാണ്. ഈ നാമം നമ്മുടെ രക്ഷയെ നടത്തുന്ന നാമമാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് രക്ഷയെ കൊണ്ടുവരുന്ന നാമമാണ്. പ്രിയമുള്ളവരെ, ഓരോ വിഷയങ്ങൾ ചിന്തിപ്പാൻ ഞാൻ ദൈവകൃപയിൽ ആശ്രയിക്കുകയാണ്. നാം അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം അതിൻ്റെ ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ നാം ഇപ്രകാരം വായിക്കും. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസ്രയനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഇവിടെ നാം കാണുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ജന്മന അതേ മുടന്തനായ ഒരു വ്യക്തി, ആ വ്യക്തി പത്രോസും യോഹന്നാനും പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ അവിടെ സുന്ദരം എന്ന ഗോപുരത്തെങ്കിൽ പിശയാചിക്കാനായി എന്തെങ്കിലും തരണമേ, എൻ്റെ കാല് എനിക്ക് നടക്കാൻ വയ്യ, എന്തെങ്കിലും തരണമെന്ന് പിശയാചിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അവന് ജന്മനാ മുടന്തായിരുന്നു, നടക്കാൻ സാധിക്കുമായിരുന്നില്ല. പത്രോസിനെയും യോഹന്നാനെയും കണ്ടപ്പോൾ, യേശുവിൻ്റെ ശിഷ്യന്മാരായ ഇവരെ കണ്ടപ്പോൾ ഈ കാര്യം ഒന്നും അറിഞ്ഞിട്ടില്ല അവൻ. പക്ഷേ അവൻ ഇങ്ങനെ ചോദിച്ചു, എനിക്ക് എന്തെങ്കിലും തരണം. പത്രോസും യോഹന്നാനും ഇങ്ങനെ വചനം പറയുന്നു. പത്രോസ് യോഹന്നാനോട് കൂടെ അവനെ ഉറ്റുനോക്കി. എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ വെള്ളിയോ പൊന്നോ സ്വർണമോ ഇല്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റു നടക്കാം. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, വെള്ളിയോ സ്വർണമോ സാമ്പത്തികമായൊരു സഹായമോ ഈ സ്റ്റുഡിയോയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് നൽകിത്തരാൻ എനിക്ക് സാധിക്കുകയില്ല. പക്ഷേ നിങ്ങൾക്ക് പകർന്നു തരാൻ സാധിക്കുന്ന, നിങ്ങളുടെ മേൽ അവൻ രോഗം ഉണ്ടെങ്കിൽ, ഒരു രോഗശക്തി നിങ്ങളുടെ മേലുണ്ടെങ്കിൽ, ഏതെങ്കിലും രോഗത്താൽ നിങ്ങൾ ഭാരപ്പെടുന്നെങ്കിൽ നിങ്ങളെ സൗഖ്യമാക്കുവാൻ കഴിവുള്ള ഒരു യേശുവിൻ്റെ നാമത്തെ പരിചയപ്പെടുത്തുവാൻ ഞാൻ ഇന്ന് ഈ സമയത്ത് ആഗ്രഹിക്കുന്നു. ഞാനിത് ശക്തിയോടെ പറയാൻ കാരണം, എൻ്റെ ചെറുപ്പത്തിൽ ഒരു 18 വയസ്സുള്ള സമയത്ത് യേശുവിൻ്റെ നാമത്താലുള്ള സൗഖ്യം അനുഭവിച്ച വ്യക്തിയാണ് ഞാൻ. എൻ്റെ 2 വയസ്സ് മുതൽ എൻ്റെ 18 വയസ്സ് വരെ ഇരു ചെവികളും പൊട്ടിയൊലിക്കുന്ന ഒരു രോഗം എനിക്കുണ്ടായിരുന്നു. എന്നാൽ എൻ്റെ 18-ാം വയസ്സിൽ ഞാൻ PDCക്ക് പഠിക്കുന്ന കാലഘട്ടത്തിൽ എൻ്റെ നാട്ടിൽ ഓടിക്കൊണ്ടിരുന്ന ഒരു ട്രാൻസ്പോർട്ട് ബസ്സിൽ ഞാൻ യാത്ര ചെയ്യുമ്പോൾ, വളരെ കട്ടലുള്ള റോഡാണ്, റോട്ടിൽ കൂടെ വണ്ടി വളരെ മെല്ലെ മാത്രമേ പോവുകയുള്ളൂ. അങ്ങനെയുള്ളൊരു സമയത്ത് ഞാൻ എൻ്റെ 2 ചെവികളിലും പഞ്ഞി വെച്ച് ഇടയ്ക്കിടയ്ക്ക് തുടച്ചൊക്കെയാണ് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, PDCക്ക് പഠിക്കുന്ന ഒരാൾക്ക് ചെവി 2 പൊട്ടിയൊലിക്കുന്നൊരു അസുഖം, പഴുപ്പൊരു അസുഖമുണ്ടെങ്കിൽ വളരെ നാണക്കേടാണ്, മറ്റുള്ളവരുടെ മുന്നിൽ വലിയ പരിഹാസികനാണ്. പക്ഷേ എന്ത് ചെയ്യാം, ഡോക്ടറെയൊക്കെ എൻ്റെ മാതാപിതാക്കൾ കാണിച്ചെങ്കിലും അവർ പറഞ്ഞു, ഇതിന് ഒരു മരുന്നില്ല, ഒരു പ്രായം കഴിഞ്ഞാൽ വേണമെങ്കിൽ ഓപ്പറേഷൻ ചെയ്ത് ആ ഹോൾ അടയ്ക്കാൻ സാധിക്കും. പക്ഷേ അതൊന്നും അന്നത്തെ കാലത്ത് ചെയ്യാനായിട്ട് സാധിച്ചില്ല. പ്രിയമുള്ളവരെ, ഞാൻ ഈ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ റോഡ് സൈഡിൽ നിന്ന് ചില വ്യക്തികൾ ശ്രീയേശു നാമം, അതിശയനാമം, എനിക്കിമ്പനാമം, എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തജനം വാഴ്ത്തും നാമം എന്ന ഗാനം
ശക്തിയോടെ ആലപിക്കുന്നത് കേൾക്കാനിടയായി തീർന്നു. ഈ ഗാനം ആലപിക്കുന്നതിനിടയിൽ ചില ഭക്തന്മാർ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, യേശുവിൻ്റെ നാമം അത് സകല നാമത്തിനും മേലായ നാമമാണ്. ഭൂലോകരുടെയും സ്വർലോകരുടെയും അധോലോകരുടെയും എല്ലാ നാമവും എല്ലാ പേരും യേശുവിൻ്റെ നാമത്തിന് മുന്നിൽ മടങ്ങുമെന്ന് ഒരു ഭക്തൻ അവിടെ നിന്ന് വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു. റോഡിൻ്റെ സൈഡിൽ നിന്നുകൊണ്ട് ഞാൻ ഇപ്രകാരം ആ ബസ്സിലിരുന്ന് ആലോചിച്ചു, ദൈവമേ, യേശുവിൻ്റെ നാമം ഇത്ര ശക്തിയേറിയ നാമമാണെങ്കിൽ, അത് സൗഖ്യമാക്കുന്ന നാമമാണെങ്കിൽ, എന്തുകൊണ്ട് എൻ്റെ ചെവിക്ക് സൗഖ്യം വന്നുകൂടാ? പ്രിയമുള്ളവരെ, ഞാൻ വലിയ പ്രാർത്ഥനയൊന്നും പ്രാർത്ഥിച്ചില്ല, പക്ഷേ എൻ്റെ ചെവിയിൽ തൊട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, യേശുവിൻ്റെ നാമം ഇത്ര ശക്തിയേറിയ നാമമാണെങ്കിൽ ആ യേശുവിൻ്റെ നാമത്തിന് എൻ്റെ ചെവികളെ എന്തുകൊണ്ട് സൗഖ്യമാക്കിക്കൂടാ എന്ന ഒരു വാക്ക് ഞാൻ പറഞ്ഞു. പ്രിയമുള്ളവരെ, കേൾക്കണമോ? അന്ന് എൻ്റെ ചെവി സൗഖ്യമായതാണ്. ഇന്നുവരെയും ആ സൗഖ്യം ദൈവം നിലനിർത്തുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ശക്തിയോടെ പറയുന്നത്, യേശുവിൻ്റെ നാമം അത് നമ്മെ സൗഖ്യമാക്കുന്ന നാമമാണ്. എന്നെ കേൾക്കുന്ന ആരെങ്കിലും നാം ശാരീരികമായി പ്രയാസപ്പെടുന്നെങ്കിൽ, രോഗത്താൽ വലയുന്നെങ്കിൽ, വിവിധങ്ങളായ അസുഖങ്ങളാൽ ഭാരപ്പെടുന്നെങ്കിൽ, രോഗക്കിടക്കയിലാണെങ്കിൽ എന്നോട് ചേർന്ന് പറയാൻ ആരംഭിച്ചാട്ടെ, യേശുവേ 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 എന്ന് യേശുവിൻ്റെ നാമത്തെ വിളിക്കാൻ ആരംഭിച്ചാട്ടെ. യേശുവിൻ്റെ നാമം നിങ്ങളെ സൗഖ്യമാക്കുന്ന നാമമാണ്. യേശുവിൻ്റെ നാമത്തെ നിങ്ങൾ ഉരുവിടുന്നെങ്കിൽ, ഈ നാമത്തെ ശക്തിയോടെ വിളിക്കുന്നെങ്കിൽ, നാം ആദ്യം പ്രാരംഭത്തിൽ വായിച്ചു കേട്ടല്ലോ, എവിടെയും അവിടെയും ഇവിടെയും എവിടെയും ആർക്കും വിളിച്ചപേക്ഷിക്കാവുന്ന ഒരു നാമമാണ് യേശുവിൻ്റെ നാമം. അല്ലെങ്കിൽ എല്ലാവരും വിളിച്ചപേക്ഷിക്കേണ്ട ഒരു നാമമാണ് യേശുവിൻ്റെ നാമം. പ്രിയമുള്ളവരെ, ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ രോഗത്താൽ ഭാരപ്പെടുന്നെങ്കിൽ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തെ വിളിക്കാൻ ആരംഭിച്ചാട്ടെ. യേശുവേ യേശുവേ എന്ന് വിളിക്കാൻ ആരംഭിച്ചാട്ടെ. നിങ്ങളിരിക്കുന്ന സ്ഥലത്ത്, നിങ്ങൾ ചിലപ്പോൾ ഇത് എന്നെ കേൾക്കുന്നത് ഒരു റൂമിലിരുന്നായിരിക്കാം, അല്ലെങ്കിൽ ഒരു യാത്രയിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്തായിരിക്കാം. നിങ്ങൾ കേൾക്കുന്നത് എവിടെയെങ്കിലും ആയിക്കോട്ടെ, ഞാൻ വചനത്തിൽ പറയുന്നു, എവിടെയും എവിടെയും അവിടെയും ഇവിടെയും എവിടെയും യേശുവിൻ്റെ നാമത്തെ നമുക്ക് വിളിച്ചപേക്ഷിക്കാം. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ച് സൗഖ്യം തരുന്ന ഈ നാമത്തെ അനുഭവിപ്പാൻ ദൈവം ഇന്ന് നിങ്ങളെ ക്ഷണിക്കുകയാണ്. അവൻ്റെ സന്നിധിയിലേക്ക് ക്ഷണിക്കുകയാണ്. നിശ്ചയമായും അവൻ്റെ സൗഖ്യം, ആമേൻ, നിങ്ങളുടെ മേൽ വരും. എന്നെ കേൾക്കുന്ന ആരെങ്കിലും രോഗികളായി ഭാരപ്പെടുന്നെങ്കിൽ യേശുവിൻ്റെ നാമത്തെ വിളിക്കാൻ ആരംഭിച്ചാട്ടെ. രണ്ടാമത്തെ കാര്യം, വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും വരും. പ്രിയമുള്ളവരെ, രണ്ടാമതായി എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്, ഈ യേശുവിൻ്റെ നാമം നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം കൊണ്ടുവരും. നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ അവസ്ഥകളിൽ, നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ നിങ്ങൾ ഭാരപ്പെട്ട് ഞാൻ എന്തായിത്തീരും, എൻ്റെ കുടുംബം എന്തായിത്തീരും, എൻ്റെ അവസ്ഥ എന്തായിത്തീരും എന്ന് ഭാരപ്പെട്ട് മനസ്സിന് ഒരു സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ നിങ്ങൾ ഭാരപ്പെടുന്ന ഒരു വ്യക്തിയാണോ എങ്കിൽ കർത്താവായ യേശുവിനെ വിളിച്ചപേക്ഷിക്കുക. ആ യേശു ഒരു സമാധാനം ഹൃദയത്തിൽ നിങ്ങൾക്ക് നൽകി തരുവാൻ ഇടയായിത്തീരും. കാരണം യേശു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകിയിട്ട് പോകുന്നു. അതെങ്ങനെയുള്ള സമാധാനമല്ലെന്നറിയാമോ? ലോകം തരുന്നത് പോലെയുള്ള സമാധാനമല്ല, നിത്യമായ സമാധാനം. നിത്യമായ സമാധാനം നമുക്ക് നൽകുവാനാണ് കർത്താവായ യേശു ക്രിസ്തു വന്നത്. നിശ്ചയമായും ഈ യേശുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഈ നാമം വഴി വലിയ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ, നിങ്ങളുടെ ഭാവിയിൽ ഒക്കെയും സമാധാനം കൊണ്ട് നിറയ്ക്കുവാൻ, നിങ്ങളുടെ വഴികളെ സുസ്ഥിരമാക്കുവാൻ, ഇതാ യേശുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുവാൻ ആരംഭിക്കുവാൻ നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഈ യേശുവിൻ്റെ നാമം നാം വിളിച്ചപേക്ഷിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ സമാധാനം കൊണ്ടുവരുവാൻ ഇടയായിത്തീരും. അടുത്തത്, ഞാൻ യേശുവിൻ്റെ നാമത്തെ ഓർപ്പിക്കുന്നത്, ഞാൻ നമ്മുടെ ജീവിതത്തിൽ യേശുവിൻ്റെ നാമത്തെ വിളിക്കാൻ തടസ്സമായി പലപ്പോഴും നമ്മുടെ ജീവിതത്തിലുള്ളത്, ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, കാള തൻ്റെ ഉടയവൻ്റെ അറിയുന്നു, കാള തൻ്റെ ഉടയവനെ അറിയുന്നു, കഴുത തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടി അറിയുന്നു, എന്നാൽ എൻ്റെ ജനം എന്നെ അറിയുന്നില്ല.
പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം ഇങ്ങനെയാണ് ഓർപ്പിക്കുന്നത്: നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ എന്നെയും നിങ്ങളെയും തമ്മിൽ അകറ്റിയിരിക്കുന്നത്. അതെ, നമ്മുടെ ജീവിതത്തിലെ അകൃത്യങ്ങൾ, പാപം ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റിക്കളയുവാൻ ഇടയായിത്തീരുന്നു. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ നാമത്തിൽ അത് നമുക്ക് സമ്പൂർണമായ പാപമോചനമുണ്ട്. പ്രിയമുള്ളവരെ, എന്തെങ്കിലും ഒരു പാപം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നെങ്കിൽ, ഓർമ്മപ്പെടുത്തുന്നെങ്കിൽ, ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഈ യേശുവിൻ്റെ നാമത്തിൽ അനുതാപവും പശ്ചാത്താപവും പാപമോചനവുമുണ്ട്. പ്രിയമുള്ളവരെ, ഈ യേശുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ, നിങ്ങളുടെ ജീവിതത്തിലെ പാപത്തെക്കുറിച്ച് ഒരു ചിന്ത നിങ്ങളുടെ ഹൃദയത്തിൽ വരുന്നെങ്കിൽ നിങ്ങൾ ഭാരപ്പെടേണ്ട. കർത്താവായ യേശു ക്രിസ്തു 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കുരിശിൽ മരിച്ചത് എൻ്റെയും നിങ്ങളുടെയും പാപങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടാണ്. അവൻ്റെ കുരിശ് മരണത്തിൻ്റെ ആ യോഗ്യതയാൽ നമുക്ക് പാപമോചനമുണ്ട്. യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും നീക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നു. കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേതുപോലുള്ള അമൂല്യ രക്തത്താൽ നമ്മെ കഴുകി ശുദ്ധീകരിച്ച് യേശുവിൻ്റെ നാമത്തെ വിളിപ്പാൻ യോഗ്യതയുള്ള വിശുദ്ധന്മാരാക്കി നമ്മെ തീർക്കുന്ന ദൈവിക പദ്ധതി നമുക്ക് വേണ്ടിയുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ വചനം കേൾക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവ്, എന്തെങ്കിലും പാപം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഓർമ്മപ്പെടുത്തുന്നെങ്കിൽ അവ ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് യേശു ക്രിസ്തു എനിക്ക് വേണ്ടിയാണ് കുരിശിൽ മരിച്ചതെന്ന സത്യം ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ എന്ന് പറഞ്ഞ് ഈ ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി ഹൃദയത്തിൽ സ്വീകരിച്ചാട്ടെ. ഈ യേശു നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷകനും നാഥനുമായി ഹൃദയത്തിൽ വരുമ്പോൾ നിശ്ചയമായും നിങ്ങളുടെ ജീവിതത്തിലെ കുറ്റബോധം, പാപത്തെക്കുറിച്ചുള്ള ചിന്ത, അതെ എൻ്റെ ഈ പാപം മൂലം എനിക്ക് നരകശിക്ഷ ലഭിക്കുമോ എന്ന ചിന്ത മാറിയിട്ട് നിങ്ങളെ ദൈവം സ്വർഗത്തിന് യോഗ്യരാക്കും. മറ്റു രീതിയിൽ പറഞ്ഞാൽ നിത്യജീവൻ നൽകി നിങ്ങളെ നടത്തുവാൻ യേശുവിന് പദ്ധതിയുണ്ട്. അതിന് നാം പ്രാരംഭത്തിൽ ചെയ്യേണ്ട കാര്യം കർത്താവായ യേശുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഫിലിപ്പിയ ലേഖനത്തിൽ നിന്ന് ഒരു വാക്യം കൂടി നമുക്കൊന്ന് വായിക്കാം. ഫിലിപ്പിയ ലേഖനം അതിൻ്റെ 2-ാം അധ്യായം, അതിൻ്റെ ചില വാക്യങ്ങൾ കൂടി നമുക്കൊന്ന് വായിക്കാം. അതിൻ്റെ 10-ാം വാക്യമാണ്. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യം. അങ്ങനെ യേശുവിൻ്റെ നാമത്തെങ്കിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഈ യേശുവിൻ്റെ നാമത്തെ എല്ലാവരും ഏറ്റുപറയേണ്ടി വരും. യേശുവിൻ്റെ നാമത്തെ എല്ലാവരും വിളിക്കേണ്ടി വരും. കാരണം ഈ നാമത്തേക്കാൾ ഉപരിയായ ഒരു നാമമില്ല. ഇത് ശക്തിയേറിയ ഒരു നാമമാണ്. നിങ്ങളുടെ ജീവിതത്തിലെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം വരുത്തുവാൻ, നിങ്ങളുടെ സങ്കടങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ, നിങ്ങളുടെ രോഗത്തിന് പരിഹാരം വരുത്തുവാൻ ശക്തിയേറിയ ഒരു നാമം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമം. ഈ നാമത്തെ വിളിച്ചപേക്ഷിക്കുവാൻ ആരംഭിക്കുവാൻ ഞാൻ ഈ വചനം നിങ്ങളുമായി ഷെയർ ചെയ്യുമ്പോൾ പ്രിയമുള്ളവരെ, ഒരു ഹോംവർക്ക് അല്ലെങ്കിൽ ഒരു പ്രായോഗികത ഇതിനകത്തുണ്ട്. കാരണം ഇന്നു മുതൽ ഈ വചനം കേൾക്കുന്ന നിങ്ങൾക്ക് സമയം ലഭിക്കുമ്പോൾ യേശുവിനെ വിളിക്കാൻ തുടങ്ങണം. യേശുവേ 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 എന്ന് ഹൃദയത്തിൽ യേശുവിനെ വിളിക്കുക. നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ, നിങ്ങൾ റൂമിൽ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ അല്പം സൗണ്ടിൽ നിങ്ങളുടെ ചെവിയിൽ കേൾക്കുന്നത് പോലെ യേശുവേ 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 എന്ന് അവനെ വിളിക്കുക. ഈ യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടുമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങളെ രക്ഷയിലേക്ക് നടത്തുന്ന ഒരു നാമമാണ് യേശുവിൻ്റെ നാമം. നിങ്ങളെ സൗഖ്യത്തിലേക്ക് നടത്തുന്ന ഒരു നാമമാണ് യേശുവിൻ്റെ നാമം. നിങ്ങളെ വിടുതലിലേക്ക് നടത്തുന്ന ഒരു നാമമാണ് യേശുവിൻ്റെ നാമം. നിശ്ചയമായും
ഈ യേശുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുവാൻ ഇന്നു മുതൽ പ്രിയമുള്ളവരെ നമുക്ക് ഒന്നിച്ച് ആരംഭിക്കണം. ഈ നാമത്തെ ആര് വിളിക്കുന്നുവോ അവരുടെ മേൽ ഈ ദൈവശക്തി ആമേൻ ഇറങ്ങി വരുവാൻ ഇടയായിത്തീരും. ആമേൻ. നാം ലോകസുവിശേഷം വായിക്കുമ്പോൾ നാം ഇപ്രകാരം ഒരു വാക്യം വായിക്കും: ക്രിസ്തു കഷ്ടമനുഭവിക്കുകയും മൂന്നാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരുശലേമിൽ തുടങ്ങി സകല ജാതികളോടും പ്രസംഗിക്കുകയും വേണം. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, യേശുവിൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും ഉണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ ചില വാക്കുകൾ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുമ്പോൾ, ഈ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി, ഈ യേശുവിൻ്റെ നാമത്തിൻ്റെ മഹിമ, ഈ യേശുവിൻ്റെ നാമം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഈ കർമ്മം നാം മനസ്സിലാക്കിക്കൊണ്ട് ഇന്നു മുതൽ ഈ യേശുവിനെ വിളിക്കാൻ, യേശുവിൻ്റെ നാമത്തെ വിളിക്കാൻ, ഈ യേശുവിനെ വിളിച്ചപേക്ഷിക്കാൻ നാം നസ്രയനായ യേശുവേ എന്നിൽ കനിയണമേ എന്ന് വ്യർത്ഥമായി അവൻ നിലവിളിച്ചു. നിലവിളിക്കുന്നവൻ്റെ മുന്നിൽ, യേശുവിൻ്റെ നാമത്തെ ഏറ്റുപറഞ്ഞ് നിലവിളിക്കുന്നവൻ്റെ മുന്നിൽ യേശു വിടുതലായി വരും, സൗഖ്യമായി വരും, പാപക്ഷമികമായി വരും. അതെ, നിങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായ സമ്പൂർണ്ണ രക്ഷ യേശുവിൻ്റെ നാമത്തിലുണ്ട് എന്നൊരിക്കൽ കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കാൻ, യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ച് രക്ഷ പ്രാപിക്കാൻ, യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ച് സൗഖ്യം പ്രാപിക്കാൻ, നിങ്ങൾ ഏത് കുഴിയിലും ഏത് ചേറ്റിലും ഏത് പ്രയാസത്തിലും ഏത് ഇരുട്ടിലും പൂണ്ടുപോകുന്നൊരവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ വന്നാൽ, നിങ്ങൾ തകർന്നു പോകുമെന്ന് തോന്നുന്നൊരവസ്ഥ വന്നാൽ, ആർക്കും എന്നെ വേണ്ടെന്ന് തോന്നുന്നൊരവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ വന്നാൽ, പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് വിളിക്കാവുന്ന, നിങ്ങൾക്ക് ആശ്രയിക്കാവുന്ന നാമമാണ്, ഏകനാമമാണ് കർത്താവായ യേശുവിൻ്റെ നാമം. മനുഷ്യർ നിങ്ങളെ തള്ളിക്കളഞ്ഞേക്കാം, മനുഷ്യർ നിങ്ങളെ പരിഗണിക്കാതെ വന്നേക്കാം, മനുഷ്യർക്ക് നിങ്ങളോട് സംസാരിക്കാൻ സമയമില്ലാതെ വന്നേക്കാം, മനുഷ്യർക്ക് നിങ്ങളെ പരിഗണിക്കാൻ സമയമില്ലാതെ വന്നേക്കാം. പക്ഷേ നിങ്ങളെ പരിഗണിക്കുന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന അതേ പെറ്റമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനോട് കരുണ തോന്നാതിരിക്കുമോ എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. എന്നാൽ വചനം ഇങ്ങനെ പറയുന്നു: അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. അതെ, തള്ളക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ സൂക്ഷിക്കുന്നത് പോലെ ദൈവം നമ്മെ സൂക്ഷിക്കാൻ, നമ്മെ പരിപാലിക്കാൻ, നമ്മെ നടത്താൻ ആഗ്രഹിക്കുന്നു. ഒറ്റ വ്യവസ്ഥ: കർത്താവായ യേശുക്രിസ്തുവിനെ നാം വിളിച്ച് അപേക്ഷിക്കുക. കാരണം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ വിടുതലിന് വേണ്ടി, നമ്മുടെ സൗഖ്യത്തിന് വേണ്ടി നൽകപ്പെട്ട ഏകനാമം യേശുവിൻ്റെ നാമം. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ ഇങ്ങനെ പറയുന്നത്: മനുഷ്യരക്ഷയ്ക്കായി നൽകപ്പെട്ടിരിക്കുന്ന യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമമില്ല. പ്രിയമുള്ളവരെ, ഈ യേശുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കാൻ, യേശുവേ 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 എന്ന് നിങ്ങളുടെ പ്രതിസന്ധികളിൽ വിളിക്കാൻ, നിങ്ങളുടെ രോഗാവസ്ഥയിൽ വിളിക്കാൻ, നിങ്ങളുടെ സങ്കടങ്ങളിൽ വിളിക്കാൻ മറന്നുപോകരുത്. യേശു രക്ഷകനായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. കാരണം അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് ഒരു വാക്കിൽ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ നല്ല സമയത്തിനായി സ്തോത്രം. കർത്താവെ, അങ്ങയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഞങ്ങൾക്ക്, കർത്താവെ, അങ്ങയുടെ നാമത്തിലൂടെ സൗഖ്യവും വിടുതലും രക്ഷയും പാപമോചനവും സമാധാനവും ഉള്ളതുകൊണ്ട് അങ്ങയുടെ നാമം ശക്തിയോടെ വിളിച്ച് കർത്താവ് ചില വിടുതലുകളെ പ്രാപിച്ച് മുന്നേറുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കാം. അതിനായി അങ്ങയുടെ നാമത്തിന് കീഴിലേക്ക് ഞങ്ങളെ ഒന്നിച്ച് ഏൽപ്പിക്കുന്നു. ഞങ്ങൾ എവിടെയാണെങ്കിലും യേശുവെ അങ്ങയുടെ നാമം വിളിക്കുന്ന, അങ്ങയുടെ നാമത്തിൽ ആശ്രയിക്കുന്ന വ്യക്തികളാക്കി ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് മാറ്റണം. അതിനായി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ ധന്യമേറിയ നാമത്തിൽ തന്നെ, ആമേൻ. മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം പ്രേമകാന്തനെ
കാണാൻ പ്രേമകാന്തനെ കാണാൻ മണിമാലയവൻ എനിക്കു തരും ശുഭ്രവസ്ത്രം അതെന്നെ ധരിപ്പിക്കുമെന്ന് മണിമാലയവൻ എനിക്കു തരും ശുഭ്രവസ്ത്രം അതെന്നെ ധരിപ്പിക്കുമെന്ന് കണ്ണുനീരാകെ ഒഴിഞ്ഞിടുമേ ആയിരമാണ്ടു വസിക്കുമവരുടെ നാട്ടിൽ എനിക്കായൊരുക്കിയ വീട്ടിൽ കണ്ണുനീരാകെ ഒഴിഞ്ഞിടുമേ ആയിരമാണ്ടു വസിക്കുമവരുടെ നാട്ടിൽ എനിക്കായൊരുക്കിയ വീട്ടിൽ യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാൻ പ്രേമകാന്തനെ കാണാൻ യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാൻ പ്രേമകാന്തനെ കാണാൻ രപ്പകളിൽ അവിടെ പ്രശോഭിതമായൊരു നാട് അനുജീവികൾ പാടുമ വീട് രപ്പകളിൽ അവിടെ പ്രശോഭിതമായൊരു നാട് അനുജീവികൾ പാടുമ വീട് ജീവജല നദിയുണ്ടവിടെ ജീവമരങ്ങളുമായി നിലകൊണ്ടൊരു ദേശം നല്ലൊരു ഭുവനദേശം ജീവജല നദിയുണ്ടവിടെ ജീവമരങ്ങളുമായി നിലകൊണ്ടൊരു ദേശം നല്ലൊരു ഭുവനദേശം യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാൻ പ്രേമകാന്തനെ കാണാൻ 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 യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാൻ പ്രേമകാന്തനെ കാണാൻ. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹീതമായ ഈ പ്രയർ ആൻഡ് വർഷിപ്പ് പ്രോഗ്രാം കർത്താവിൻ്റെ നാമമഹത്വത്തിനു വേണ്ടി ഒരിക്കൽ കൂടെ പാടുവാനും പ്രാർത്ഥിക്കുവാനും കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കുവാനും കർത്താവ് ഇന്നും നമുക്ക് കൃപയാലിടയാക്കി തീർത്തല്ലോ. അനുഗ്രഹീതമായ വചനത്തിന് മുൻപാകെ നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ആരും നിരാശരായി പോകുകയില്ല. അവിടെ ജീവിതത്തെ യേശു ധന്യമാക്കുവാനിടയായിട്ടുണ്ട്. തിരുവചനം ഇങ്ങനെ വായിക്കുന്നു, യേശുവിലേക്ക് നോക്കിയവരൊക്കെ പ്രകാശിതരായി അവരെ മുഖം ദൈവം ലജ്ജിപ്പിക്കുവാൻ ഇടവരുത്തിയില്ല. പ്രിയമുള്ളവരെ, നിങ്ങളുടെ നിരാശകളിൽ, നിങ്ങളുടെ വേദനകളിൽ, നിങ്ങളുടെ സങ്കടങ്ങളിൽ ആരും പരിഹരിക്കുവാൻ കഴിയാത്ത നിങ്ങളുടെ പ്രതിസന്ധികളുടെ മുൻപിൽ യേശു നിങ്ങൾക്ക് സൗഖ്യം നൽകുന്ന ദൈവമാണ്. യേശു നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന കർത്താവാണ്. യേശു നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന നാഥനാണ്. ആ ദൈവസന്നിധിയിൽ ഈ രാത്രിവേളയിൽ നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. ഒരു നിമിഷം ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സർവകൃപാലുവായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, വീണ്ടും തിരുനാമത്തെ നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ കൃപയിൽ അടികൾ ആശ്രയിച്ച് പ്രാർത്ഥിച്ചാരംഭിച്ച പ്രയർ ആൻഡ് വർഷിപ്പ് പ്രോഗ്രാം അനുഗ്രഹമായി നടക്കുവാൻ കർത്താവിന് പ്രസാദം തോന്നിയതിനാൽ സ്തോത്രം. ഞങ്ങളുടെ ടീമിനെ ശക്തിയോടെ ഞങ്ങളുടെ മധ്യ ഉപയോഗിച്ചല്ലോ. പാട്ടുകൾ പാടുവാൻ ആത്മനിറവിൽ അഭിഷേകത്തിന് ശക്തിയോടെ ഗാനങ്ങൾ ആലപിപ്പാൻ തക്കവണ്ണം കർത്താവെ ടീമിനെ അവിടുന്ന് സഹായിച്ച കൃപയോർത്ത് നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പാടി പങ്കെടുത്ത
തിരഞ്ഞെടുത്ത എല്ലാവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ, പേര് വരായി കർത്താവ് സഹായിക്കണമേ. വരും നാളുകളിൽ കർത്താവിൻ്റെ നാമ മഹത്വത്തിന് വേണ്ടി ശക്തിയോടെ പ്രയോജനപ്പെടുവാൻ അവരെല്ലാവരും കർത്താവെ അവിടെ നടയാക്കി തീർക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവിധങ്ങളായ വിഷയങ്ങളുടെ മുൻപിൽ പ്രാർത്ഥന ആവശ്യപ്പെട്ട പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ശക്തിയോടെ പ്രാർത്ഥിപ്പാൻ ഞങ്ങളുടെ പ്രയർ ടീമിനെ കർത്താവ് സഹായിച്ചനാൽ സ്തോത്രം. ഇന്ന് രാത്രി ഞങ്ങളിവിടെ പ്രാർത്ഥിച്ച ഓരോ വിഷയത്തിന്മേലും സ്വർഗത്തിലെ ദൈവം മറുപടി അയച്ചിരിക്കാൻ, വിടുതൽ നൽകിയിരിക്കാൻ, അവിടെ വിഷയത്തിന്മേൽ അത്ഭുതങ്ങളെ കർത്താവ് ചെയ്തിരിക്കാൻ നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ കര് അവിടെ മേൽ വെളിപ്പെടുന്നതിനാൽ സ്തോത്രം. രോഗികളുടെ മേൽ സൗഖ്യം കൽപ്പിക്കുന്നതിനാൽ സ്തോത്രം. അവിടുത്തെ സന്നിധിയിലേക്ക് വീണ്ടും ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹീതമായ ദൈവവചനം ശുശ്രൂഷിച്ച ഞങ്ങളുടെ അഭിഷേകത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മാവിൻ്റെ നിറവോടെ കർത്താവെ ദൈവവചനത്തിൻ്റെ പരിജ്ഞാനത്തോടെ ഇവിടെ സംസാരിപ്പാൻ ഇടയായല്ലോ. പുല്ലുണങ്ങുമ്പോൾ പൂവാടിപ്പോകുമ്പോൾ ദൈവത്തിൻ്റെ വചനം എന്നേക്കും നിൽക്കുന്നതാണല്ലോ. ഇന്ന് രാത്രി ജീവിപ്പിക്കുന്ന വചനം എല്ലാ തിരുവഴുത്തും ദൈവശ്വാസ്യമാകിയാൽ കർത്താവെ ആ വചനത്തിൻ്റെ ശക്തി ഓരോരുത്തരുടെ മേലും വെളിപ്പെടട്ടെ. ജീവൻ നഷ്ടപ്പെട്ടവര്, വേദയോടെ ആയിരിക്കുന്നവര്, നിരാശയോടെ ആയിരിക്കുന്നവര്, സങ്കടത്തിലായിരിക്കുന്നവര് ഇന്ന് രാത്രി വചനത്തിന്റെ മുൻപിൽ ആശ്വാസം പ്രാപിപ്പാൻ, വിടുതൽ അനുഭവിപ്പാൻ കർത്താവ് ഇടയാക്കി തീർക്കണമേ. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷപ്പെടുമെന്ന് വചനത്തിൽ ഞങ്ങൾ വായിക്കുന്ന പോലെ കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പാൻ സ്വർലോകരുടെ, ഭൂലോകരുടെ, മാത്തോലോകരുടെ മുഴങ്ങാലൊക്കെ മടങ്ങുന്ന യേശുവിൻ്റെ നാമം, ആ എല്ലാ നാമം ഏറ്റുപറയുന്ന യേശുവിൻ്റെ നാമം ഞങ്ങൾക്ക് വേണ്ടി ഉള്ളതിനാണ് സ്തോത്രം. ഇന്ന് രാത്രിയിൽ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് എല്ലാവരെയും സമർപ്പിക്കുന്നു. കർത്താവ് സഹായിച്ചാട്ടെ. ഇവിടെ വിവിധ ഉത്തരവാദിത്തങ്ങൾ, ശുശ്രൂഷകൾ ചെയ്ത ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം ഒരു ഓർത്ത് സ്തോത്രം. ഈ ലൈവിന് വേണ്ടി നേതൃത്വം കൊടുത്ത ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് സഹായിച്ചാട്ടെ. മാനുവൽ മിഷൻ ടീമിൻ്റെ ചെയർമാനായിരിക്കുന്ന പസു വർഗീസ് ഉടയനവറുകളെ, കുടുംബത്തെ, തൻ്റെ തലമുറയെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തന്നോട് ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാവർക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹത്തോടെ ഞങ്ങൾ മടക്കി അയക്കണം. തിരുനാമത്തെ മഹത്വപ്പെടുത്തണം. നാളത്തെ പകല് വിവിധ സ്ഥലങ്ങളിൽ കർത്താവിനെ ആത്മാവിൻ്റെ നിറവിൽ അഭിഷേകത്തിൻ്റെ ശക്തിയോടെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും കൃപ നൽകി സഹായിച്ചാട്ടെ. മഹത്വം കർത്താവിന് അർപ്പിക്കുന്നു. പ്രാർത്ഥനയുടേതിനാൽ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തിൽ അടികൾ അപേക്ഷിക്കുന്നത് വീണ്ടും കൃപ തോന്നി കേൾക്കണമേ. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ, ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിച്ചനാൽ സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. കർത്താവിൻ്റെ കൃപ നമ്മുടെ മേൽ പകർന്നതിനാൽ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായിരിക്കുന്ന ക്രിസ്തുയേശുവിൻ്റെ കൃപയും പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ദിനംതോറും ആശ്വസിപ്പിച്ച് വഴിയെടുത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സംസർഗവും കാവലും നമ്മോടും ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും എല്ലാ ദൈവജനത്തോടും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വേഗ പ്രത്യക്ഷ വരെ എല്ലാ നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇന്ന് രാത്രി ക്രിസ്തു മാത്രം ഞാൻ നൽകിയ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവ് ഒരുവോളം കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നിൽപ്പാൻ നമുക്കെല്ലാവർക്കും ഇടയായിത്തീരട്ടെ. കർത്താവിന് വെച്ചാൽ അതെ അടുത്ത ബുധനാഴ്ചയും 7:30 വരെയുള്ള സമയത്ത് ലൈവ് പ്രോഗ്രാം ഉണ്ടായിരിക്കും. എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ. മാറാനാഥ. ആമേൻ.